ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കാം. എൻ്റെ സ്ക്രീനൊക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ. എന്തായാലും ഈ ഒരു സമയത്ത് ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് എന്താ പറയാ, എക്സാം പാസ്സാവട്ടെ. കാരണം ഇത്രയും നേരത്തെയൊക്കെ ഒരു ക്ലാസ്സിൽ ലൈവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. എനിവേ, ഓൾ ദ ബെസ്റ്റ് പ്രേയേഴ്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും കാറ്റഗറി 3ലും കാറ്റഗറി 4ലും ചോദിച്ചിട്ടുണ്ടായിരുന്ന രണ്ടും മിക്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഷീറ്റിൽ രണ്ടും മിക്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഈ ഗ്രാമർ ടൈപ്പ് സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഈ എന്താ പറയുക ഹോമോണിയം സിനോണിയം പോലുള്ള സാധനങ്ങളായിക്കോട്ടെ, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നവയുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചോളണം നിർബന്ധമില്ല. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് അതിന്റെ റൂളുകളിലായിരിക്കും. ഓക്കെ, അതേ റൂൾ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു തരം ചോദ്യം ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ചോദ്യം ബൈ ഹാർട്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൻ്റെ അകത്തുള്ള എന്ത് റൂളാ അപ്ലൈ ചെയ്ത്. അപ്പൊ ഞാൻ ഓരോ ചോദ്യം പറയുന്ന സമയത്തും എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരമായി വന്ന ഓപ്ഷൻ അതിൻ്റെ ഉത്തരമായി എന്നുള്ളതും ബാക്കി 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളതും റൂൾ ബേസ്ഡ് ആയിട്ട് തന്നെ പറയും. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ പറയുന്നില്ല, കാരണം ചോദ്യം കൂടുതൽ ഡിസ്കസ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട്. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം കാണിക്കും, നിങ്ങൾ ഉത്തരം ഷൂട്ട് ചെയ്യുക, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. The main purpose of learning a language is, എന്തിനാണ് ഒരു ഭാഷ പഠിക്കുന്നത്? അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്താണ്? ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റി. ഓപ്ഷൻ ബി പറയുന്നു. ബാക്കിയുള്ളവര് രണ്ടുപേരൊക്കെ ഉത്തരം പറഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഒരു ഡൗട്ടും ഇല്ല, ബേസിക് ആയിട്ട് ഈസി. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഞാൻ ഏറ്റവും ആദ്യം എടുത്ത് തന്നെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള പർപ്പസ് ടെക്സ്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ ദ മെയിൻ പർപ്പസ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പേഴ്സൺസ് എന്നുള്ളത്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടതില്ലാത്ത ചോദ്യമാണ്. മൂവിങ് ടു ദ ഒരു കുറച്ച് ലെവലും കൂടിയൊരു ക്വസ്റ്റ്യൻ. ദ ഫണ്ടമെന്റൽ തിങ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഡാഷ്. ഡി പറയുന്നു, ദ ഫണ്ടമെന്റൽ തിങ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഡാഷ്. അതായത് ഭാഷ പഠിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണ്? പർപ്പസ് അല്ല ചോദിച്ചത്, എന്ത് ആസ്പെക്റ്റിനാണ് ലാംഗ്വേജ് നമ്മൾ പഠിക്കണം? മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എന്താണ് ഇതിന്റെ ആവശ്യം? എന്താണ് അടിസ്ഥാനപരമായ ആവശ്യം? സി പറയുന്നുണ്ട്, ഏറ്റവും പ്രൈമറി ആയിട്ട് അതിൽ ഏതിനാണ് പ്രാധാന്യം? ഭാഷയിൽ എന്ത് ഘടകത്തിനാണ് പ്രാധാന്യം? എ പറയുന്നു. സിയും എയും ഒക്കെ ഒരാളല്ലേ പറഞ്ഞ്. ഓക്കെ, ഇനി 2 ആൻസർ വന്ന സ്ഥിതിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. മൂവിങ് ടു ദ ആൻസർ. സ്പീച്ച് ഇസ് ദ റൈറ്റ് വൺ. അതായത് ഓപ്ഷനുകളിൽ സ്പീച്ച് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, സൗണ്ട് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പെഡഗോജി പ്രകാരം പറയുന്നൊരു തിയറിയാണ്. ഇംഗ്ലീഷ് പെഡഗോജി മാത്രമല്ല കേട്ടോ, ലാംഗ്വേജ് പെഡഗോജി ആയിട്ട് നമുക്ക് എടുക്കാം. അതിൽ പറയുന്ന ബേസിക് തിയറിയാണ് ഒരു ഭാഷ പഠിക്കുന്നതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ, സ്പീച്ച് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എഴുതുന്നതും അതേപോലെ എന്താ പറയുക, വായിക്കുന്നതും സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. സംസാരിക്കുന്നതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, എഴുതുന്നതും വായിക്കുന്നതും രണ്ടാമത്. കാരണം കുട്ടികൾ ആദ്യം എഴുതാനും വായിക്കാനും അല്ലല്ലോ പഠിക്കുന്നത്, ആദ്യം ഒരു സംസാരിക്കാനാണ് പഠിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ തിങ്, അടിസ്ഥാനപരമായിട്ടുള്ള സാധനം. അങ്ങനെ നോക്കുമ്പോൾ സ്പീച്ചാണ് റൈറ്റ് ആൻസർ വരിക. ടെക്സ്റ്റ് എന്തായി? ടെക്സ്റ്റ് റൈറ്റിംഗിലേക്കും റീഡിങ്ങിലേക്കും പോയി. സൗണ്ട് എന്ന് പറയുന്നത് റീഡിങ്ങിലേക്ക് പോയി. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരമാലകളാണ്. സോ അത് റൈറ്റിംഗിലേക്ക് പോയി. അപ്പൊ ബിയും സിയും ഡിയും വരില്ല, പിന്നുള്ളത് എ മാത്രമാണ്. ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ തിങ്. മൂവിങ് ടു ദ നെക്സ്റ്റ്. പിക്ക് ഔട്ട് ദ റൈറ്റ് വൺ. ടെൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ദ എംപ്ലോയർ ആസ്ക്ഡ് ദ സ്റ്റാഫ്, ആ ഡാഷിൽ എന്താ ഫിൽ ചെയ്യണ്ടേ? വൈ ഹി ഹാസ് ലെഫ്റ്റ് ഏർലി ആണോ, വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി ആണോ, വൈ ഹാഡ് ഹി ലെഫ്റ്റ് ഏർലി ആണോ, വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി ആണോ? സോറി, ഏർലി ലെഫ്റ്റ് ആണോ? നമ്മൾ പഠിച്ച ടെൻസുകളുടെ റൂളൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിലേക്ക് ആലോചിച്ച്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159
ഡി പറയുന്നു, ബി പറയുന്നു. ഡിയും ബിയും ഒക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി എന്നാ വരിക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 രീതിയിലാണ് നോക്കുക. ഒന്ന്, അതിന്റെ ടെൻസ് എങ്ങനെയാ റെഡി ആവുന്നത്. 2, നമ്മളെ ഇംഗ്ലീഷിന്റെ വേർഡ് ഓർഡർ പാറ്റേൺ, നമ്മൾ സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്ന എഗ്രിമെന്റ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവ തമ്മിൽ എപ്പോഴാണ് കൂട്ടിക്കെട്ടാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ വേർഡ് ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് ഫുൾഫിൽ ആവുന്നത്. നാച്ചുറൽനെസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊരു എന്താ പറയാ, ലാംഗ്വേജ് ആക്സെപ്റ്റൻസ് ഏത് യൂസേജിലാണ് വരുന്നത്. അങ്ങനെ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ കറക്റ്റ് ആൻസർ എടുക്കാം. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും പ്രശ്നമില്ല, ആദ്യത്തെ 2 സെറ്റായ ആൻസർ കിട്ടുമെന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നാച്ചുറൽനെസ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ വായനയും ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ സ്ഥിരമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാവുന്ന സമയത്താണ് അതിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ആസ്പെക്റ്റിൽ ഇതാണ് അതിന്റെ യൂസേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അല്ലാത്തവർക്ക് ആദ്യത്തെ 2 സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ടെൻസും വേർഡ് ഓർഡറും സെറ്റ് ആവുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ദ എംപ്ലോയർ ആസ്ക് ദ സ്റ്റാഫ്. എംപ്ലോയർ ആരോട് ചോദിച്ചു? സ്റ്റാഫിനോട് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് മൂപ്പര് നേരത്തെ പോയത്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ പോയത് എന്ന് അവരുടെ അടുത്ത് ചോദിച്ചു. ഇതാണ് കേസ്. ഇതിന്റെ ഗ്രമാറ്റിക്കൽ ഓർഡർ നമുക്ക് ആദ്യം നോക്കാം. അതായത് ടെൻസിനെ ആദ്യം നോക്കാം. വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി, ഇതാണ് കറക്റ്റ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ദിസ് ഓപ്ഷൻ യൂസസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഈ ചോദ്യത്തിൽ ആ സെന്റൻസിന്റെ ഒരു ടെൻസ് ഫോം എന്ന് പറയുന്നത്. കാരണം നോക്കാം എന്താ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാനൊരു പോയിന്റ് എടുക്കട്ടെ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താ, നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നും പഠിച്ചിരുന്നു, അതിന്റെ സ്ട്രക്ചർ എന്താന്ന് പഠിച്ചിരുന്നു, അതിന്റെ എക്സാമ്പിളും പഠിച്ചിരുന്നു, എവിടെ അത് ഉപയോഗിക്കണം എന്നുള്ളത്. ഞാൻ അതൊന്നുകൂടി റീവൈൻഡ് അടിച്ചു തരാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ തന്നെ കഴിഞ്ഞ മറ്റൊരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പേ മറ്റൊരു ആക്ഷൻ സംഭവിക്കുക എന്ന് പറയും. നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 2 പാസ്റ്റിൽ തീർന്ന ആക്ഷൻസ് ഒരു സെന്റൻസിൽ വരുമ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റിൽ കഴിഞ്ഞ 2 ആക്ഷൻസ് ഒരു സെന്റൻസിൽ പറയേണ്ടി വരുമ്പോൾ അവിടെ ഡെഫിനറ്റ്ലി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. എന്താണ് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിലെ 2 ടെൻസുകൾ അല്ലെങ്കിൽ 2 ആക്ഷൻസ്, 2 പാസ്റ്റ് ഈവന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ദ എംപ്ലോയർ ആസ്ക്ഡ്, എംപ്ലോയർ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ്. ആസ്ക്ഡ് ഇസ് എ പാസ്റ്റ് ടെൻസ്, അപ്പൊ അതാണ് ഒരു ആക്ഷൻ. രണ്ടാമത്തത് ലെഫ്റ്റ്, പോയി എന്നുള്ള സാധനം, രണ്ടാമത്തെ ആക്ഷൻ. അപ്പൊ ഒരേ സെന്റൻസിൽ തന്നെ പാസ്റ്റ് ടെൻസിൽ പറയുന്ന 2 ആക്ഷൻസ് വന്നു. അങ്ങനെ ഒരു സെന്റൻസിൽ പാസ്റ്റ് ടെൻസിൽ പറയുന്ന 2 ആക്ഷൻസ്, അതായത് നമ്മൾ സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ അതിനകത്ത് അത് ഇഫ് ക്ലോസ് ഒന്നും അല്ലാത്ത കേസ് കേട്ടോ, ഇഫ് ക്ലോസ് ഒന്നും അല്ലാത്ത കേസിൽ ഫുൾ സ്റ്റോപ്പിന് മുമ്പേ 2 പാസ്റ്റ് ആക്ഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. കാരണം ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്ത് പറയുന്ന സാധനമായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം സംഭവിച്ചതായിരിക്കും. അതായത് അയാൾ പോയതിനു ശേഷം എംപ്ലോയർ ചോദിക്കണേ, അപ്പൊ ഏത് ആദ്യം സംഭവിച്ചേ? അയാൾ പോയത് ആദ്യം സംഭവിച്ചത്. അതാണ് പറഞ്ഞ് വൺ ആക്ഷൻ ഹാപ്പൻഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ നോക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ വരും. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുള്ളത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാഡ്. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാഡ് എന്നാണ് നമ്മൾ എവിടെ പഠിച്ചത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൂള് എന്ന് പറയുന്നത്. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു മിനിറ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സംഭവം അവിടെ ഫിൽ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. സോറി, ഹാസ് ഞാൻ പറഞ്ഞില്ലേ, ഹാസ് വരില്ല, ഹാഡ് കേട്ടോ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴും ഹാഡ് ആണ് ഉണ്ടാവുക, ഹാസ് ഉണ്ടാവില്ല. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് ബാക്കി സെന്റൻസിന്റെ മുഴുവൻ കഷ്ണങ്ങളും വരും എന്നുള്ളത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ ദ എംപ്ലോയർ ആസ്ക്ഡ് ദ സ്റ്റാഫ്, ഹാഡ് ഉള്ള ഓപ്ഷനെ നമുക്ക് എടുക്കാം. അപ്പൊ ഹാഡ് ഉള്ള ഓപ്ഷനെ നമുക്ക് എടുക്കുമ്പോൾ ഏതിനൊക്കെ നമുക്ക് ഒഴിവാക്കാം? ഹി ഹാസ് വരുന്ന ഓപ്ഷൻ ഏനെ നമുക്ക് ഒഴിവാക്കാം. പിന്നുള്ളത് 3 ഹി ഹാഡ് ലെഫ്റ്റ് ഉണ്ട്, ഹാഡ് ഹി ലെഫ്റ്റ് ഉണ്ട്, ഹി ഹാഡ് ഏർലി ലെഫ്റ്റ് ഉണ്ട്. ഏത് വരും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ടെൻസ് നമ്മൾ ക്ലിയർ ചെയ്തു. ഏത് വരും? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ബിയും സിയും ഡിയും നമ്മൾ എടുത്ത് ഇനി അതിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കണം. വേർഡ് ഓർഡർ നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റും വേർബും
അതിന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു നോർമൽ സെന്റൻസ് പാറ്റേണിനകത്ത് എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആര് വരിക, വേർബ് വരിക. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ബേസിക് സെന്റൻസ് പാറ്റേൺ അതാണല്ലോ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാ? ഇവിടെ സബ്ജക്റ്റ് ഹി ആണ് സബ്ജക്റ്റ്, അവനാണ് സബ്ജക്റ്റ്, അവൻ ചെയ്ത ആക്ഷൻ ആണ് ഹാഡ് ലെഫ്റ്റ്, പോയി എന്നുള്ളത്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് വരണം. അപ്പൊ നമുക്ക് ആര് റിമൂവ് ചെയ്യാം? എനെ ഒഴിവാക്കിയ പോലെ സീനെ ഒഴിവാക്കാം. കാരണം സബ്ജക്റ്റും വേർബും ആ ഓർഡറിൽ വരുന്നത് ബിയും ഡിയും മാത്രാണ്. അപ്പോഴും നമുക്ക് ഡൗട്ട്, ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി ആണോ, ഹി ഹാഡ് ഏർലി ലെഫ്റ്റ് ആണോ എന്നുള്ളതാണ്. ഹി ഹാഡ് ലെഫ്റ്റ് ഏർലിയാ വരിക. കാരണം നമ്മൾ ഇംഗ്ലീഷിലെ സെന്റൻസുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റ്, വേർബ് ഉണ്ടോ, സബ്ജക്റ്റ് ഹാഡ് ഇതിലെ കോൺസ്റ്റന്റ് ആ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് സബ്ജക്റ്റ് ഹാഡ് ഇസ് ദ കോൺസ്റ്റന്റ്, വേർബ് അത് കഴിഞ്ഞ് വേർബ് ഏത് ആക്ഷൻ എങ്ങനെയാ ചെയ്തത് എന്നുള്ളതിന്റെ നമ്മൾ ഈ പറയുന്ന ആഡ് വേർബ് എന്ന് പറയുന്ന സാധനം, വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ഇൻഫോ എന്ന് പറയും. അതെപ്പോഴും വേർബ് കഴിഞ്ഞേ വരും. ഓക്കെ, വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലിയാ വരാ, ഏർലി ലെഫ്റ്റ് വരൂല. ഓക്കെ, അപ്പൊ ദ എംപ്ലോയർ ആസ്ക്ഡ് ദ സ്റ്റാഫ് വൈ ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു സെന്റൻസിൽ അത് ഫുൾ സ്റ്റോപ്പ് ആയത് അത് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ രണ്ട് ആക്ഷൻസ് പാസ്റ്റ് ടെൻസിൽ വരുന്നുവെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും ആദ്യത്തെ സാധനം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിയുന്നു, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്ത് വരും, അതിൻ്റെ അകത്ത് ഹാഡ് വരും, ഹാഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും എവിടെ വരിക, വേർബിന് വരിക. അപ്പോൾ ഹി ഹാഡ് ലെഫ്റ്റ്, ഹി ഹാഡ് ലെഫ്റ്റ് ആണോ ഹാഡ് ഹി ലെഫ്റ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ആലോചിക്കണം, SVO പാറ്റേൺ ആണ് ഇംഗ്ലീഷിലെ സെന്റൻസ് പാറ്റേൺ എന്നുള്ളത്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേർബാ വരിക. അപ്പോ ഹി ഹാഡ് ലെഫ്റ്റ് വരൂ. പിന്നെ ഏർലി എന്നുള്ള ആഡ് വേർബ് എപ്പോഴും വേർബ് കഴിഞ്ഞേ വരൂ. അപ്പൊ ഡെഫിനറ്റ്ലി ഹാഡ് ലെഫ്റ്റ് ഏർലി വരും. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ്. ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ റിക്വസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു റിക്വസ്റ്റ് രൂപത്തിലുള്ള സെന്റൻസ്? ബി പറയുന്നു. രണ്ട് ബി, എല്ലാവരും ബി പറയുമ്പോൾ പിന്നെ അതിൽ തെറ്റുണ്ടാവില്ലല്ലോ അല്ലെ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റിക്വസ്റ്റ് നമ്മൾ ഒരാളോട് എന്ത് ചെയ്യുന്നതാണ്, അപേക്ഷയാണ്. വെർ ഇസ് ദ ATM കൗണ്ടർ പ്ലീസ് എന്ന് പറയുന്നത് അപേക്ഷയല്ല. ഓക്കെ, അത് റിക്വസ്റ്റ് അല്ല. എനിക്ക് എവിടെയാണ് ATM കൗണ്ടർ എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ റിക്വസ്റ്റ്. അപേക്ഷയല്ല അത്, ജസ്റ്റ് നമ്മൾ എൻക്വയറി നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എ അല്ല. സി നോക്കുക, വാഷ് തറോലി ബിഫോർ യു യൂസ് ഇറ്റ്. അതൊരു കമാൻഡ് ആണ്, ഒരു ഓർഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, കഴുകുന്നതിന് മുമ്പേ വാഷ് ത്രോലി ബിഫോർ യൂസ് ഇറ്റ്. ഓക്കെ, ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകുക എന്ന് പറയുന്ന സാധനം. സോ അതൊരിക്കലും റിക്വസ്റ്റ് അല്ല. ഇനി സോറി ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ട എന്ന് പറയുന്ന സാധനം റിക്വസ്റ്റ് അല്ല. അത് നമ്മളെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് താല്പര്യം ഇല്ല എന്ന ഒരു അറിയിക്കൽ, ഞാൻ അറിയിക്കുക മാത്രമാണ്. റിക്വസ്റ്റ് ആവുന്ന എപ്പോഴാ, കുഡ് യു പ്ലീസിന് നമ്മൾ റിക്വസ്റ്റ് ഒക്കെ ഇമ്പറേറ്റീവ് സെന്റൻസുകളെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുഡ് യു പ്ലീസ് എന്ന് പറയുന്ന, കുഡ് യു എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം റിക്വസ്റ്റ് ആണ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ടു സ്റ്റാർട്ട് ദ വീക്കിലി, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കുന്നതിന് സഹായിക്കോ എന്ന് ചോദിക്കുന്നത് റിക്വസ്റ്റ് ആയിട്ട് മാറി. റിഗ്രറ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റിഗ്രറ്റ്. അടുത്ത്, we have already finished the data entry. The sentence can be expressed without changing the meaning is. ഇത് മറ്റേ ഏത് ടോപ്പിക് അറിയോ? ഡിറ്റർമിനേഷൻ മീൻസ് എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അതായത് നമ്മളൊരു കാര്യം ഡിറ്റർമിനേഷൻ ആണ് പറയുന്നെങ്കിൽ അത് എങ്ങനെയാണെന്നാണോ, ഇതിന്റെ തീരുമാനമാണ് എന്ന് പറയുന്ന കേസിൽ എങ്ങനെയാണ് സെന്റൻസ് വരിക എന്നാണോ? സെന്റൻസ് മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ആ ക്വസ്റ്റ്യൻ ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ? ഗ്രൂപ്പിൽ ഇട്ടാലും മതി. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് എക്സ്പ്ലനേഷൻ തരാം. അല്ലാതെ ഞാൻ പറയുമ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ജനറൽ ആസ്പെക്റ്റില് ഡെഫിനിഷൻ ആയിട്ട് പോകും, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടില്ല. ഓക്കെ, നോക്കിയിട്ട് വൈകുന്നേരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഷെയർ തരാം. വി ഹാവ് ഓൾറെഡി ഫിനിഷ് ദ ഡാറ്റ എൻട്രി. ഈ സെന്റൻസിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാതെ ഇതിന്റെ രൂപം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ആ ടോപ്പിക് അത്.
ഈ സാധനം ഇപ്പൊ ആക്റ്റീവ് വോയിസിലാണല്ലേ, അതിനെ ജസ്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു. ഓക്കെ, നോക്കാം നമുക്ക്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നോക്കാം. ഓപ്ഷൻ സി. ഓക്കെ, ബിയും അല്ല ഡിയും അല്ല, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നോക്കാം. നമ്മളൊരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള, അതായത് ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അയാൾക്ക് പ്രാധാന്യമുള്ള, അയാളെ ഫസ്റ്റ് ഉപയോഗിക്കുന്ന, അയാളെ എംഫസൈസ് ചെയ്ത് പറയുന്ന സെന്റൻസുകളാണ് എപ്പോഴും എന്ത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യം ഇല്ലാതാവും, എന്നിട്ടോ അയാൾ ചെയ്യുന്ന ആക്ഷന് മാത്രം പ്രാധാന്യമുള്ളതായിട്ട് വരും. അപ്പൊ ആക്റ്റീവ് ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന കാര്യം സബ്ജക്റ്റ് നൈസായിട്ട് അവിടെ നിന്ന് പോകും എന്നുള്ളതാണ്. അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം ഇല്ലാതാവും, അയാൾ ചെയ്ത ആക്ഷന് പ്രാധാന്യം വരും. എപ്പോഴും നമ്മൾ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് സെന്റൻസുകളുടെ അല്ലെങ്കിൽ സബ്ജക്റ്റിന് പ്രാധാന്യമുള്ള സെന്റൻസുകളുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് സബ്ജക്റ്റിന് അതിന് അവിടെ ഒരു പാസിവിറ്റി വന്നു. സബ്ജക്റ്റ് അവിടുന്ന് മെല്ലെ മുറിച്ചു മാറ്റിയിട്ട് ഒബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന ആള് സബ്ജക്റ്റ് ഇരിക്കുന്നിടത്ത് വന്നിരിക്കും. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നു എന്നല്ല, ഒബ്ജക്റ്റിൽ ഇരുന്ന പോർഷൻ മെല്ലെ നീങ്ങിയിട്ട് എവിടെ വന്നിരിക്കും? സബ്ജക്റ്റിൽ വന്നിരിക്കും. അതായത് രാമൻ രാവണനെ കൊന്നു എന്ന് പറയുന്നതും രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് രണ്ട് കേസാ. രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പം രാമനാണ് സബ്ജക്റ്റ്, രാമനാണ് രാവണനെ കൊന്നത്. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ആദ്യത്തെ കേസിൽ അവസാനം വന്ന രാവണൻ എവിടെ വന്നിരുന്നു? രണ്ടാമത്തെ കേസിൽ ആദ്യം വന്നിരുന്നു. സി, ഇതാണ് സാധനം. ഓക്കെ, അപ്പോ വി ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന കേസിൽ വി ഈസ് ദ സബ്ജക്റ്റ്. ഹാവ് അതിലെ ടെൻസ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച സാധനമാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാവ് ഓൾറെഡി ഈസ് ദ അഡ്ജക്റ്റീവ് ആണ്. വി ഈസ് ദ സബ്ജക്ട്, ഫിനിഷ്ഡ് ഈസ് ദ വേർബ്, ഡാറ്റ എൻട്രി ഈസ് ദ ഒബ്ജക്ട്. അതായത് ഡാറ്റ എൻട്രി വർക്ക് നമ്മൾ ഓൾറെഡി തീർത്തിരുന്നു എന്ന് പറയുന്ന കേസാണ്. വി ഈസ് ദ സബ്ജക്ട്, ഫിനിഷ്ഡ് ഈസ് ദ വേർബ്, ഡാറ്റ എൻട്രി ഈസ് ദ ഒബ്ജക്ട്. ആ ആക്റ്റീവ് സെന്റൻസിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആരാദ്യം വരും? ഡാറ്റ എൻട്രി ആദ്യം വരും. ആരൊഴിവാവും? വി ഒഴിവാവും. ഓക്കെ, കാരണം ചെയ്ത നമുക്ക് അവിടെ പ്രാധാന്യമില്ല. നമ്മൾ എന്താണോ ചെയ്തത്, എന്തിന്റെ മേലെയാണോ ചെയ്തത്, അതിനാ പ്രാധാന്യം. അപ്പൊ ദ ഡാറ്റ എൻട്രി ആദ്യം വരണം. അങ്ങനെ നോക്കുമ്പോൾ എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ ആദ്യം ദ ഡാറ്റ എൻട്രി ഉണ്ട്. പിന്നുള്ള സാധനം ഹാവ് ഓൾറെഡി ആണോ, ഹാസ് ഓൾറെഡി ആണോ, ഹാവ് ഓൾറെഡി ബീൻ ആണോ, ഹാസ് ഓൾറെഡി ബീൻ ആണോ, ഹാഡ് ഓൾറെഡി ബീൻ ആണോ എന്നുള്ളതാണ്. ഈ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് എന്ന് പറയുന്ന സാധനം, അതായത് ഹാവും ഓൾറെഡി എന്ന് പറയുന്ന സാധനം എജക്റ്റീവ് ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിനൊന്ന് മറക്കാം. ഹാവ് ഫിനിഷ്ഡ് എന്ന് വായിക്കാം. ഈ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന സാധനം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്ന സാധനമാണ്. അതായത് തൊട്ട് മുമ്പ് ജസ്റ്റ് റീസെന്റ് പാസ്റ്റിൽ കഴിഞ്ഞതും ഇപ്പൊ പ്രസന്റ് മൂമെന്റിലും ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. ഇത് തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ തൊട്ട് മുമ്പ് കഴിഞ്ഞ സാധനത്തിന് കുറച്ച് നേരത്തേക്കും കൂടി ഒരു റിലവൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇപ്പം എന്ന് പറയുന്ന ആ മൂമെന്റിലും കൂടി റിലവൻസ് ഉണ്ടല്ലോ. ഇതാണ് സാധനം. ജസ്റ്റ് ഇപ്പൊ ഫിനിഷ് ആയതേ ഉള്ളൂ എന്ന് പറയുന്ന കേസ്. ഈ സാധനമാണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാവോ അല്ലെങ്കിൽ ഹാസോ വരും. പ്ലൂരൽ ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഹാവ് വരും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും. സബ്ജക്റ്റ് ഹാവ് അല്ലെങ്കിൽ ഹാസ്, അത് കഴിഞ്ഞിട്ട് V3 ഫോം, അതായത് ED ഫോം ഓഫ് ദ വേർബ് വരും. ആ കോലത്തിലാണ് മേലത്തെ സെന്റൻസ് ഉള്ളത്. വി ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ്, വി ഹാവ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന സാധനം. എല്ലാ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെയും എല്ലാ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ആക്റ്റീവ് സെന്റൻസുകളെയും പാസീവ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവായി മാറണമെന്നുള്ളതാണ് പാസീവ് വോയിസിന്റെ റൂള്. ആദ്യത്തെ റൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ്, ഒബ്ജക്ട് സബ്ജക്റ്റിൽ ഇരിക്കണം, സബ്ജക്ട് തട്ടിക്കളയണം. ആ റൂൾ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു. ദ ഡാറ്റ എൻട്രി നമ്മൾ ആദ്യം പിടിച്ചിട്ടു. ഇനിയുള്ളത് പ്രസന്റ് പെർഫെക്റ്റിലുള്ള ആ സെന്റൻസിനെ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിലേക്ക് മാറ്റണം. പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പാസ്റ്റിൽ ഒരു സെർട്ടൈൻ മൊമെന്റിൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പം പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാധനത്തിനാണ് പ്രസന്റ് പ്രോഗ്രസീവ് എന്ന് വിളിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം പാസ്റ്റിൽ തൊട്ട് പാസ്റ്റിൽ കഴിഞ്ഞതും ഇപ്പോഴും റെലവെന്റ് ഉള്ളതുമായിട്ടുള്ള കാര്യം. പ്രസന്റ് പറയൂ. പ്രോഗ്രസീവ് പറഞ്ഞാൽ കണ്ടിന്യൂ അല്ലേ? കണ്ടിന്യൂസ് യെസ്. പ്രോഗ്രസീവ് മീൻസ് കണ്ടിന്യൂസ് ടെൻസിന് പറയുന്ന വേറൊരു പേരാണ് പ്രോഗ്രസീവ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ഇപ്പൊ കഴിഞ്ഞു, തൊട്ട് മുമ്പ് കഴിഞ്ഞു, ജസ്റ്റ് സെക്കൻഡ് മുമ്പ് കഴിഞ്ഞു, ഇപ്പോഴും റെലവൻസ് ഉണ്ട് എന്ന് പറയുന്ന കേസ് പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ടെൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞൊരു ആക്ഷന് ഇപ്പോഴും എന്തുണ്ടായിരിക്കുക, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റിലുള്ള ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റിനെ എടുത്ത് സബ്ജക്റ്റിലിടുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനെ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവായി മാറ്റുക കൂടി വേണം. പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. ഹാവ് ബീൻ വരിക സബ്ജക്റ്റിൽ ആരുണ്ടാവുമ്പോഴാണ്, പ്ലൂരൽ ഉണ്ടാവുമ്പോഴാണ്. ഹാസ് ബീൻ വരിക സബ്ജക്റ്റിൽ ആരുണ്ടാവുമ്പോഴാണ്, സിംഗുലർ ഉണ്ടാവുമ്പോഴാണ്. അപ്പോ സബ്ജക്റ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ, ദെൻ ആര് വരും, നമ്മുടെ ഇ.ഡി. ഫോം അങ്ങനെ തന്നെ വരും എന്നുള്ളത്. അതിൽ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിന്റെ മുഴുവൻ നാച്ചുറലിലേക്കും നമുക്ക് അതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് എടുത്തത്. കാരണം പ്രോഗ്രസീവ് ആകുമ്പോൾ അതിൽ ING ഫോം ഓഫ് ദ വേർബാ വേണ്ടേ. പക്ഷെ ഇത് ഓൾറെഡി കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ടെൻസിന്റെ കംപ്ലീറ്റ് റൂളിനെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നതിന് പകരം വി വിൽ യൂസ് ദ വേർബിനെ അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഹാസ് ബീൻ, ഹാവ് ബീൻ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിൽ ഉള്ളതുപോലെ ഉപയോഗിക്കും. ജസ്റ്റ് അങ്ങനെ മാത്രമേ മനസ്സിലാക്കാവൂ. പൂർണ്ണാർത്ഥത്തിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് അല്ല. എപ്പോ ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റിലുള്ള സാധനത്തിനെ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ഫോമിലുള്ള പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കേണ്ടുള്ളൂ. വി ഹാവ് ഓൾറെഡി ഫിനിഷ് ദ ഡാറ്റ എൻട്രിയിലെ വീനെ കട്ട് ചെയ്യുന്നു, ഡാറ്റ എൻട്രിയെ ആദ്യം എടുത്തിരുന്നു. ഹാവ് ഫിനിഷ്ഡ് എന്തായിട്ട് മാറും, ഹാസ് ബീൻ ഫിനിഷ്ഡ് ആയിട്ട് മാറും. ഓക്കെ, എന്തുകൊണ്ട് ഹാസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഡാറ്റ എൻട്രീസ് എന്ന് വന്നാൽ എന്തായി, ഹാവ് ഓൾറെഡി ബീൻ ആയി. ഓക്കെ, ദ ഡാറ്റ എൻട്രി അതുകൊണ്ട് മാത്രം, അത് സിംഗുലർ ആയതുകൊണ്ട് മാത്രം ഹാസ് ബീൻ ഫിനിഷ്ഡ്. ഓൾറെഡി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഹാസ് ബീന്റെ നടുക്ക് കയറിയിരിക്കും. ഓക്കെ, ഹാസ് അത് ഹാവ് ഫിനിഷ്ഡിന്റെ നടുക്കാണ് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നത്, അത് അങ്ങനെ തന്നെ വരും. ഹാവ് ഫിനിഷ്ഡ് ഹാസ് ബീൻ ആവും എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കത് കുറച്ചുകൂടി കത്താൻ വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിന്റെ പാതി റൂളിലേക്ക് അത് മാറും എന്നുള്ളത് പറയാൻ കാരണം. കത്തിയോ, കൺഫ്യൂസ്ഡ് ആയോ? Can we move to the next? Yes, okay. Yeah. They can presumable afford to buy a bigger apartment. ഇതിൽ ഏതോ ഒരു കഷ്ണം തെറ്റാണ്. ഏത് കഷ്ണമാണ് തെറ്റ്? They can ആണോ തെറ്റ്? Presumable ആണോ തെറ്റ്? Afford to buy ആണോ തെറ്റ്? A big presumable എന്നാണ് അവിടെ വരേണ്ടത്. Afford to buy ആണോ തെറ്റ്? A bigger apartment ആണോ തെറ്റ്? പറയൂ. എന്റെ ടീച്ചർ എന്ന് വിളിച്ചെന്ത് ചോദിക്കാനാണോ? ഓപ്ഷൻ ഡി പറയുന്നു, ബിഗർ അപ്പാർട്ട്മെന്റ്. ഇനി അത് ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് വൺ. പ്രസ്യൂമബിൾ അല്ല, അവിടെ പ്രസ്യൂമബ്ലി എന്നാ വരണ്ടേ. കാരണം ദേ കാൻ പ്രസ്യൂമബ്ലി അഫോർഡ്. കാരണം ആ സാധനം എന്താ, പ്രസ്യൂമബിൾ അഫോർഡിനേക്കാൾ അവിടെ പ്രസ്യൂമബ്ലി വരിക. കാരണം അതൊരു അഡ്ജക്റ്റീവ് ആണ്. ദേ കാൻ പ്രസ്യൂമബ്ലി അഫോർഡ് ടു ബൈ. അമ്മ ഒന്ന് പുക കുറയ്ക്കോ?
സോറി ട്ടോ. ദേ കൻ പ്രിസ്യൂമബ്ലി അഫോർഡ് ടു ബൈ എ ബിഗർ അപ്പാർട്ട്മെന്റ് എന്ന് വരേണ്ടത് പ്രിസ്യൂമബിൾ എന്നല്ല. വൈ എന്ന് ചോദിച്ചാൽ പ്രിസ്യൂമബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ എന്താ പറയാ, നമ്മളിങ്ങനെ അങ്ങനെ വാങ്ങാൻ വിചാരിച്ചു എന്ന് പറയില്ലേ, ഒരു ബിഗർ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ വിചാരിച്ചു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അസ്യൂം ചെയ്തു, ആലോചിച്ചു എന്ന് പറയുന്ന സാധനമാണ് പ്രിസ്യൂമബ്ലി. അപ്പൊ ദേ കൻ പ്രിസ്യൂമബിൾ അഫോർഡ് ടു ബൈ എ ബിഗർ അപ്പാർട്ട്മെന്റ് എന്നുള്ളതിനേക്കാൾ അവിടെ പ്രിസ്യൂമബിൾ എന്തായി മാറണം, പ്രിസ്യൂമബ്ലി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് മാറണം. അത് വായിക്കുന്ന സമയത്ത് നമുക്കൊരു തോന്നണം. എങ്ങനെ തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ റീഡിങ്ങിന്റെ ആസ്പെക്റ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ദേ കൻ പ്രിസ്യൂമബിൾ അഫോർഡ് അല്ല, പ്രിസ്യൂമബ്ലി അഫോർഡ്. അവർക്ക് ഇപ്പോഴും എന്താണ്, അവർ വിചാരിക്കാണ് ബിഗർ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ വിചാരിക്കണം. പ്രിസ്യൂമബ്ലി ആണ് ഏറ്റവും ആപ്റ്റ്. അപ്പൊ ദേ ക്യാനിലൊന്നും തെറ്റില്ല എന്നുള്ളതാണ് ശരി. കാരണം ദേ ക്യാൻ പ്രിസ്യൂമബ്ലി അഫോർഡ് ടു ബൈ എ ബിഗർ അപ്പാർട്ട്മെന്റ്. ബിഗർ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാൻ, അങ്ങനെ അസ്യൂം ചെയ്യാൻ അവർക്ക് പറ്റും എന്ന്. ദേ ക്യാനിൽ തെറ്റില്ല, അഫോർഡ് ടു ബൈയിൽ തെറ്റില്ല, ബിഗർ അപ്പാർട്ട്മെന്റിൽ തെറ്റില്ല. ഉള്ള തെറ്റ് എന്തിലും മാത്രം പ്രിസ്യൂമബിളും തെറ്റല്ല, അത് എന്താക്കണമായിരുന്നു, പ്രിസ്യൂമബ്ലി ആക്കിയ സാധനം ശരിയാവും. He gave me a pen. The sentence pattern used here is this is simple question. B പറയുന്നു, ആലോചിച്ച് പറയുന്നേ. ബി നേരത്തെ എൻ്റെ ഉത്തരം അല്ലേ? ഓക്കെ, ഒന്ന് ആലോചിക്കട്ടെ ഒരു മിനിറ്റ്. ഷുവർ. എസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വി എന്ന് പറയുന്ന വേർബ് ആണ്, എ എന്ന് പറയുന്ന അഡ്ജക്റ്റീവോ ആഡ് വേർബോ ആവാം, സി എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്, ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ബി പറയുന്നു, ഒരു ആൻസർ കൂടി വന്നു, ബി ഡി ഒക്കെ പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ. ഹി ഗേവ് മീ എ പെൻ എന്നുള്ളതില് ഹി ആണ് സബ്ജക്ട്. ആരാണോ ആക്ഷൻ ചെയ്യണത് അയാൾ സബ്ജക്ട്. അയാൾ എന്ത് ആക്ഷൻ ആണോ ചെയ്യണത് അത് വേർബ്. അയാൾ പേന കൊടുക്കുക ചെയ്യണേ. ഗേവ് ഈസ് ദ സബ്ജക്ട്, വേർബ്. ഗേവ് മീ എനിക്ക് തന്നു, തന്നത് ആർക്കാ, എനിക്കാ, അപ്പൊ അതാ ഒബ്ജക്റ്റ്. പക്ഷെ എനിക്ക് എന്താ തന്നെ, പേനയാ തന്നെ, അതും ഒബ്ജക്റ്റ് ആണ്. രണ്ട് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും നമ്മള്. നമുക്കൊന്ന് നോക്കാം. ഹി സബ്ജക്റ്റ് ആവുന്നു, ഗേവ് വേർബ് ആവുന്നു, മീ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും, പെൻ ഡയറക്റ്റ് ഒബ്ജക്റ്റും ആണ്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ പറയാം, ആസ് എ പേഴ്സൺ ഹു റിസീവ്സ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതായത് എന്താണോ ചെയ്യണത് അത് സബ്ജക്റ്റ്, ആരാണോ ചെയ്യണത് അത് സബ്ജക്റ്റ്, അയാൾ എന്താണോ ചെയ്യണത് അത് വേർബ്, അയാൾ ചെയ്യുന്ന ആക്ഷൻ എന്തിന്റെ മേലെയാണോ ചെന്ന് ചേരുന്നത് അത് ഒബ്ജക്റ്റ്. അയാൾ കൊടുത്തത് എന്താ, അയാൾ കൊടുത്തത് പേനയാണ്. അപ്പൊ പേനയാണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം. ആ കൊടുത്ത പേന ആർക്കാ കൊടുത്തേ, ദാറ്റ് ഇസ് എ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. സോ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഒബ്ജക്ട് ആസ് എ പേഴ്സൺ ഹു റിസീവ്സ് ദ ഡയറക്റ്റ് ഒബ്ജക്ട് മീൻസ് ദ ആക്ഷൻ, അതായത് ആക്ഷൻ ചെന്ന് ചേരുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ്. വാട്ട് ഇസ് ഗിവൺ, എന്ത് കൊടുത്തു എന്ന് പറയുന്ന സാധനം. ഗെയിവ് ആയതുകൊണ്ടാ എന്ത് കൊടുത്തു എന്ന് ഞാൻ പറയണേ. എന്ത് ആക്ഷൻ ചെന്ന് ചേർന്ന അൾട്ടിമേറ്റ് പോയിന്റ്, പേനയുടെ മേലെയാ ചെന്ന് ചേർന്നത്. വാട്ട് ഇസ് ഗിവൺ, എന്താ കൊടുത്തത്, പേനയാ കൊടുത്തത്. ദാറ്റ് ഇസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. പേന കൊടുത്തത് ആർക്ക്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് റിസീവ് ചെയ്തത് ആരാണോ അയാളായിരിക്കും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, രണ്ട് ഒബ്ജക്റ്റ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു സെന്റൻസിൽ വരുന്ന കേസിൽ ആദ്യം വരും എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഒരിക്കലും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരൂല. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന ഓർഡറേ വരൂ. ഒരിക്കലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഓർഡറിൽ ഒബ്ജക്റ്റ് ചെന്നിരിക്കില്ല. എനിവേ ഇവിടുത്തെ കേസിൽ SVOO പാറ്റേൺ ആണ് വരിക. നമുക്ക് ബാക്കിയുള്ള പാറ്റേണും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓപ്ഷനിൽ ചോദിച്ചാൽ SVAC പാറ്റേൺ. SVAC പാറ്റേൺ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വേർബ്, നമുക്ക് വേണമെങ്കിൽ അഡ്ജങ്ക്റ്റോ അല്ലെങ്കിൽ വാട്ട് വി ക്യാൻ സേ, നമുക്കൊരു എന്താ പറയാ, ലൈക്ക് സെന്റൻസ് പറയുന്ന സമയത്ത് എനിക്കതിന് മലയാളം ടീം കിട്ടുന്നില്ല. അഡ്ജങ്ക്റ്റ്, കോംപ്ലിമെന്റ്. ഓക്കെ, ഹിസ് ആൻസർ ഈസ് ഓൾമോസ്റ്റ് റൈറ്റ്.
അവൻ പറഞ്ഞ ആൻസർ എന്താണ്? ഓൾമോസ്റ്റ് റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏകദേശം ശരിയാണ് എന്ന് പറയുന്ന കേസിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാ വിളിക്കുക? ഈ പറഞ്ഞ SVAC പാറ്റേണിലാണ് വിളിക്കുക. അതായത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. ഇതിൽ ആരാ സബ്ജക്റ്റ്? ഈ സെന്റൻസിൽ ആരാ സബ്ജക്റ്റ്? ഹിസ് ഈസ് ദ സബ്ജക്റ്റ്. ഓക്കെ, ഇനി വേർബ് അയാൾ ചെയ്ത ആക്ഷൻ ഹിസ് ഈസ് ദ സബ്ജക്ട്. ഹിസ് ആൻസർ ഈസ് ഓൾമോസ്റ്റ്. ഇതില് സബ്ജക്ട് എന്ന് പറയുമ്പം ഹിസ് ആൻസറിനെ നമ്മൾ ഒന്നിച്ച് പറയണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ് ആൻസർ, അവൻ പറഞ്ഞ ഉത്തരമാണ് അതിലെ സബ്ജക്ട്. കാരണം അവൻ ഉത്തരത്തെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹിസ് ആൻസർ, അവൻ പറഞ്ഞ ആൻസർ ആണ് സബ്ജക്ട്. അവന്റെ ഉത്തരം ശരിയാണ് എന്ന്, ശരിയാകുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. ആകുന്നു എന്ന സാധനമാണ് ഇവിടുത്തെ വേർബ്. അതായത് ഈസ് ആകുന്നു ഇവിടുത്തെ വേർബ്. ഹിസ് ആൻസർ ഈസ് ദ സബ്ജക്റ്റ്, ഈസ് ദ വേർബ്. ഓൾമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെന്റിനെ കുറച്ചും കൂടി ഒന്ന് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് കമ്പൽസറി അല്ല സെന്റൻസിൽ. നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. ഹിസ് ആൻസർ ഈസ് ഓൾമോസ്റ്റ് റൈറ്റ്, ഏകദേശം, ഓക്കെ, ഏറെക്കുറെ അവന്റെ ഉത്തരം ശരിയായിരുന്നു. അപ്പൊ ശരിയായിരുന്നു എന്ന് പറയുന്ന ആ കോംപ്ലിമെന്റ് ഉണ്ടല്ലോ, ആ കോംപ്ലിമെന്റിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി ചേർക്കുന്ന ഒരു ലെവൽ കൂടിയുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഓൾമോസ്റ്റ്, ഏറെക്കുറെ എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തിനെ അഡ്ജങ്ക്റ്റ് എന്ന് വിളിക്കുക. ഒരു കോംപ്ലിമെന്റിനെ സപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ പോർഷനെ, അതില്ലെങ്കിലും സെന്റൻസ് നിലനിൽക്കും. അതുണ്ടെങ്കിൽ നമ്മൾ ആ സെന്റൻസിലെ അഡ്ജങ്ക്റ്റ് എന്ന് അതിനെ വിളിക്കും. അത്രയേ ഉള്ളൂ. ഈ കേസിൽ സബ്ജക്റ്റ്, വേർബ്, അഡ്ജങ്ക്റ്റ് പ്ലസ് കോംപ്ലിമെന്റ്, SVAC എന്ന് പറയുന്ന സാധനം. ഹിസ് ആൻസർ ഈസ് ഓൾമോസ്റ്റ് റൈറ്റ്. സബ്ജക്റ്റ്, ഈസ് വേർബ്, ഓൾമോസ്റ്റ് അഡ്ജങ്ക്റ്റ്, റൈറ്റ് ഇസ് ദ കോംപ്ലിമെന്റ്. ഇനി SVOA, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, അഡ്ജങ്ക്റ്റ് എന്ന് വിളിക്കുക നമ്മള്. ദ ബോയ് ഈസ് മേക്കിംഗ് എ കേക്ക് ഇൻ ദ കിച്ചൺ എന്ന് പറയുന്ന സംഭവം. നമുക്ക് വേണമെങ്കിൽ വേണ്ട, അങ്ങനെ തന്നെ പറയാം. ദ ബോയ് ഈസ് മേക്കിംഗ് എന്ന് പറയുന്നതിൽ ആ ആൺകുട്ടിയാണ് ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, അയാളാണ് സബ്ജക്റ്റ്. ഈസ് മേക്കിംഗ്, ഈസ് ഇവിടെ അഡ്ജക്റ്റീവ് അല്ല അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞുതരാം. അഡ്ജക്റ്റീവും ആഡ്വേർബും അഡ്ജങ്ക്റ്റും ഡിഫറെന്റ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ. അതായത് ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു എന്ന് വിചാരിക്കാം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അതായത് അഡ്ജക്റ്റീവും ആഡ്വേർബും കോംപ്ലിമെന്റിന്റെ കഷ്ണങ്ങളാണ്, അഡ്ജങ്ക്റ്റ് അതല്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എജക്റ്റീവും ആഡ്വേർബും കോംപ്ലിമെന്റിന്റെ കുട്ടികളാണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സെന്റൻസിൽ ഷീ ആണ് സബ്ജക്റ്റ്, ഈസ് ആണ് വേർബ്. അവള് സുന്ദരിയാകുന്നു എന്നുള്ളത് അവൾക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷനാണ്. ഓക്കെ, അവൾ എന്ന സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ, അതാണ് എജക്റ്റീവ്. ഓക്കെ, ആഡ് വേർബ് എന്ന് പറയുന്ന സാധനം നമ്മൾ വേർബിന് കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷനാ. ഹി ഈസ് റണ്ണിങ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാലോ, ഹി ആണ് സബ്ജക്റ്റ്, ഈസ് ഓക്സിലറി ആണ്, മാറി നിൽക്കട്ടെ. റണ്ണിങ് ആണ് വേർബ്, റണ്ണിങ് ഫാസ്റ്റ്ലി, അവൻ എങ്ങനെ ഓടി, അവൻ ഓടിയെന്ന് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് ഫാസ്റ്റ്ലി. അത് ആഡ് വേർബ് ആണ്. ഇവിടെ അഡ്ജങ്ക്റ്റ് ആണ്. അഡ്ജങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ എന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാലി ചേർക്കുമല്ലോ. അതായത് ഓൾറെഡി അതിലുള്ള കോംപ്ലിമെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്സലറേഷൻ, ഒരു ലിവറേജ് മാത്രമാണ് എന്ത്, അഡ്ജങ്ക്റ്റ് എന്ന് പറയുന്ന സാധനം. ഒരു എക്സ്ട്രാ പാർട്ട്, ഒരു സപ്ലിമെന്റർ പാർട്ട്, ആഡഡ് സാധനം എന്ന് പറയുന്ന സാധനമാണ് എന്ത്, അഡ്ജങ്ക്റ്റ് എന്ന് പറയുന്ന സാധനം. ഒരു ഓപ്ഷണൽ എലമെന്റ് ആണ്. അതില്ലെങ്കിലും എന്ത് ചെയ്യും, സെന്റൻസ് നിലനിൽക്കും. ഓൾമോസ്റ്റ് ഒഴിവാക്കിയാലോ സെന്റൻസ് നിലനിൽക്കും. ഹിസ് ആൻസർ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ. ഓൾമോസ്റ്റ് കിടക്കുന്ന സമയത്ത് ഏറെക്കുറെ എന്നുള്ളൊരു അർത്ഥം കൂടി അതിലേക്ക് വന്നു. ഏറെക്കുറെ ശരിയായിരുന്നു എന്നുള്ളൊരു സാധനമായിട്ട് മാറും. ഓക്കെ, ഒരു സെന്റൻസിന്റെ എസെൻഷ്യൽ പാർട്ട് അല്ലാത്തൊരു സാധനം. ഇനി SVOA പാറ്റേൺ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, അഡ്ജങ്ക്റ്റ്. ഇതില് ദ ബോയ് ഈസ് മേക്കിംഗ് എ കേക്ക് ഇൻ ദ കിച്ചൺ. ദ ബോയ് ഈസ് ദ സബ്ജക്ട്, കാരണം അവനാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്. ഈസ് ഹെൽപ്പിംഗ് വേർബ് ആണ്. മേക്കിംഗ് എന്ന് പറയുന്ന സാധനം അതിലെ മെയിൻ വേർബ്. അവൻ കേക്കാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഉണ്ടാക്കുന്നത് കേക്ക് ആയതുകൊണ്ട് കേക്കാണ് ഒബ്ജക്റ്റ്. എവിടെ വെച്ചാ കേക്ക് ഉണ്ടാക്കുന്നത്? അടുക്കളയിൽ വെച്ചാ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കിച്ചൺ എന്ന് പറയുന്നത് ആഡഡ് സാധനമാണ്. അതായത് ആ സെന്റൻസിലേക്ക് ഒരു വാലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ച സാധനം. അത് വേണമെന്ന് ആ സെന്റൻസിന് നിർബന്ധമില്ല. ദ ബോയ് ഈസ് മേക്കിംഗ് എ കേക്ക് എന്ന് പറഞ്ഞാലും ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ഇൻ ദ കിച്ചൺ നമ്മൾ കൈ നിർത്തി ചാമ്പി കൊടുത്ത സാധനം. അതില്ലെങ്കിലും ആ സെന്റൻസ് നിലനിൽക്കും. സോ ദാറ്റ് ഇസ് അഡ്ജക്റ്റ്.
ഇനി അടുത്താണ് SVCA, സബ്ജക്ട്. ഇതിലുണ്ട് അഡ്ജക്റ്റ് എന്താന്ന് ഓൾറെഡി ഇതിലുണ്ടല്ലോ. ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ സച്ച് ആസ് വെൻ, വേർ, ഹൗ ആൻഡ് വൈ. അതായത് എവിടെ വെച്ച്, എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന സാധനമാണ് അഡ്ജക്റ്റ്. അതായത് നേരത്തെ ഹിസ് ആൻസർ ഈസ് ഓൾമോസ്റ്റ് റൈറ്റ്. എത്ര ശരിയായിരുന്നു? ഏറെക്കുറെ ശരിയായിരുന്നു. ഓക്കെ. ദ ബോയ് ഈസ് മേക്കിംഗ് എ കേക്ക്. എവിടെ? ഫ്രം ദ കിച്ചൺ. ഓക്കെ. അടുത്ത് നോക്കാം. SVCA, സബ്ജക്റ്റ്, വേർബ്, കോംപ്ലിമെന്റ്, അഡ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതില് ഹി ആണ് സബ്ജക്റ്റ്. അവൻ ആയിത്തീർന്നത് എന്താ? അവൻ ഡോക്ടർ ആയിത്തീർന്നത്. അപ്പൊ ബിക്കെയിം ആണ് എന്ത്? വേർബ്. ഡോക്ടർ എന്ന് പറയുന്നത് അവൻ എന്ന സബ്ജക്ട് നമ്മൾ കൊടുക്കുന്ന കോംപ്ലിമെന്റ്. അതാണ് നേരത്തെ പറഞ്ഞ അഡ്ജക്റ്റീവ്. അവൻ എന്താകുന്നു? അവൻ ഡോക്ടർ ആകുന്നു. ഡോക്ടർ എന്ന് പറയുന്നത് അവൻ എന്ന സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു ലേബലിംഗ് ആണ്. ദാറ്റ് ഇസ് ഡോക്ടർ. ദാറ്റ് ഇസ് കോംപ്ലിമെന്റ് അബൌട്ട് ദ സബ്ജക്ട്. ഇനി അറ്റ് ലാസ്റ്റ്, അവസാനം അവനൊരു ഡോക്ടറായി എന്ന് പറയുന്ന സാധനം. അറ്റ് ലാസ്റ്റ് എനിക്ക് കേട്ടിട്ട് കിട്ടി എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ. അഡ്ജക്റ്റ്, അറ്റ് ലാസ്റ്റ്, അവസാനം, ഫൈനലി എന്ന് പറയുന്ന ഒരു സാധനം അഡ്ജക്റ്റ്. ഓക്കെ ആണോ? മൂവി ആവോ? Can we move to the next? Yes. Okay. They are trying to nail down the cause of our network problem. Here nail down means they are trying to nail down the cause. അവർ നമ്മുടെ നെറ്റ്വർക്ക് പ്രോബ്ലത്തിനെ നെയിൽ ഡൗൺ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സാധനം. അതിൽ നെയിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസോൾവ് ആണോ, റെഡ്യൂസ് ആണോ, ഫൈൻഡ് ഔട്ട് ആണോ, ഫിക്സ് ആണോ? സിയും ഡിയും എയും സിയും ഒക്കെ വരുന്നുണ്ടല്ലോ. ബി ആരെയും പറയുന്നുണ്ടോ? ഓക്കെ. നോക്കാം നമുക്ക്. ദേ ആർ ട്രൈങ് ടു നെയിൽ ഡൗൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ആ ഒരു ഫ്രേസിന്റെ അർത്ഥം ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. ടു ഫൈൻഡ് ഔട്ട് ഓർ ഐഡന്റിഫൈ സംതിങ് എക്സാക്ട്ലി. അതായത് എക്സാക്ട്ലി കൃത്യമായിട്ടൊരു സാധനത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ നെയിൽ ഡൗൺ എന്ന് വിളിക്കുക കേട്ടോ. കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഫൈൻഡ് ഔട്ട് ഓർ ഐഡന്റിഫൈ സംതിങ് എക്സാക്ട്ലി. ശരിക്കും ഇതാണ് കാരണം. ഓക്കെ. എന്റെ പനിയുടെ കാരണം എക്സാക്ട്ലി ഇതാണെന്ന് പറയുമ്പം ഐ നെയിൽ ഡൗൺ, എന്താ പറയാ, ഐ നെയിൽ ഡൗൺ ദ കോസ് ഓഫ് മൈ ഫീവർ എന്ന് പറയാം. ശരിക്കും എനിക്ക് എന്റെ പനിയുടെ കാരണം മനസ്സിലായി. ശരിക്കും എനിക്ക് എന്റെ പേടിയുടെ കാരണം മനസ്സിലായി. ശരിക്കും ഞാൻ ജയിച്ചതിന്റെ കാരണം മനസ്സിലായി. ശരിക്കും ഞാൻ തോറ്റതിന്റെ കാരണം. എക്സാക്ട്ലി വി നോ ദ റീസൺ. അല്ലെങ്കിൽ ദേ ആർ ട്രൈങ് ടു ഐഡന്റിഫൈ സംതിങ് എക്സാക്ട്ലി. ഇതിനാണ് നെയിൽ ഡൗൺ എന്ന് വിളിക്കുക. സോ ദേ ആർ ട്രൈങ് ടു നെയിൽ ഡൗൺ ദ കോസ് ഓഫ് അവർ നെറ്റ്വർക്ക് പ്രോബ്ലം. നമ്മുടെ നെറ്റ്വർക്ക് പ്രോബ്ലത്തിന്റെ കാരണം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് നെയിൽ ഡൗൺ. ഇനി വേറൊരു യൂസേജും കൂടി ഉണ്ട്. നെയിൽഡ് ഇറ്റ് എന്ന് പറയുന്ന യൂസേജ് ചില സമയത്ത് കാണാം. നെയിൽഡ് ഇറ്റിന് നെയിൽ ഡൗണിന്റെ മീനിങ് അല്ല. നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്താൽ നെയിൽഡ് ഇറ്റ് എന്ന് വിളിക്കുക. അതായത് നമ്മൾ എന്തിപ്പോ കേട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ മാഷ് നിങ്ങളടുത്ത് പറയുകയാണ് യു നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സക്സസ്ഫുള്ളി ഡൺ ഇറ്റ് എന്ന് നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. സോ നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് അച്ചീവ്ഡ് സംതിങ് സക്സസ്ഫുൾ. ഓക്കെ. ഭയങ്കര ഒരു സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അച്ചീവ് ചെയ്തു, പെർഫോം ചെയ്തു എന്ന് പറയുന്ന സാധനമാണ് നെയിൽഡ് ഇറ്റിന്റെ മീനിങ്. രണ്ടാണ്. നെയിൽ ഡൗൺ മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എക്സാക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനമാണ്. നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് കംപ്ലീറ്റഡ് ഓർ അച്ചീവ്ഡ് സംതിങ് എന്ന് പറയുന്ന സാധനം. മാറിപ്പോവരുതേ. മൂവിങ് ടു നെക്സ്റ്റ്. അടുത്ത ടെൻസ് എന്നുള്ള ചോദ്യം. ദിസ് ഡാഷ് ഡൺ ഇൻ അതർ കൺട്രീസ്. ഹാസ് ഡൺ ആണോ, ഹാവ് ഡൺ ആണോ, ഹാവ് ബീൻ ഡൺ ആണോ, ഹാസ് ബീൻ ഡൺ ആണോ? പെട്ടെന്ന് പറയാം കേട്ടോ, നമുക്ക് ഈസി ആയിട്ടുള്ള സാധനം. ഇഫ് യു നോ ദ ടെൻസ്. ഓപ്ഷൻ ബിയും ഡിയും പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ദിസ് ഹാസ് ഡൺ ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ട് സാധനം മാത്രം ആലോചിച്ചാൽ മതി. കാരണം ഹാവ് ബീനും ഹാസ് ബീനും വരണമെങ്കിൽ അതെന്താവണം? ഏതെങ്കിലും ഒരു
പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. കാരണം നമ്മൾ ടെൻസിന്റെ റൂളുകൾ പഠിച്ചതിനകത്ത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രം, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും, ഈ മൂന്നെണ്ണമാണല്ലോ. ഈ മൂന്നെണ്ണത്തിൽ മാത്രമേ ബീനിന്റെ പ്രസൻസ് ഉള്ളൂ. അങ്ങനെ ബീനിന്റെ പ്രസൻസ് വരണമെങ്കിൽ എന്തുണ്ടാവണം? വേർബ് ING ഫോമിൽ കൂടെ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ അത് പ്രോഗ്രസീവ് ടെൻസ് ആവുള്ളൂ. അപ്പൊ പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ് ബീന് വരുന്ന കേസുകളൊക്കെ. അങ്ങനെ വരണമെങ്കിൽ അതിന്റെ കൂടെ ഡൺ ആവരുത്, ഡൂയിങ് പോലുള്ള സാധനമാവണം. അപ്പൊ ഹാവ് ബീൻ ഡണ്ണും ഹാസ് ബീൻ ഡണ്ണും ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാം. സിയും ഡിയും തട്ടിക്കളഞ്ഞ് ഇനിയുള്ളത് ഹാസ് ഡൺ ആണോ ഹാവ് ഡൺ ആണോ എന്നുള്ളതാണ്. ഹാവ് ഉപയോഗിക്കുക പ്ലൂരലിന്റെ കൂടെയാണ്, ഹാസ് ഉപയോഗിക്കുക സിംഗുലറിന്റെ കൂടെയാണ്. ദിസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാ, ഇത് എന്ന് പറഞ്ഞാൽ സിംഗുലറാ. അപ്പൊ ഹാവ് ഡൺ വരൂല, ഹാസ് ഡണ്ണേ വരൂ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞ ഈസിയാണ് സാധനം എന്നുള്ളത്. ഓക്കെ ആണോ? ക്യാൻ വി മൂവ്? യെസ്, ഓക്കെ. Local government became de facto owners of state enterprises. Here de facto means സ്റ്റേറ്റ് എന്റർപ്രൈസസിന്റെ ഡിഫാക്ടോ ഓണേഴ്സ് ആയിട്ട് ലോക്കൽ ഗവൺമെന്റ്, നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനം മാറി എന്നുള്ള സെന്റൻസ് ആണ്. അതിൽ ഡിഫാക്ടോ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാനിപ്പുലേറ്റ് ഇൻ നാച്ചർ ആണോ, അണ്ടർ റേറ്റഡ് എന്നാണോ, ഹൈലി അപ്രീഷിയേറ്റഡ് എന്നാണോ, ഇൻ എഫക്ട് ബട്ട് നോട്ട് ഫോർമലി റെക്കഗ്നൈസ്ഡ് എന്നാണോ? സി പറയുന്നു. ഡി പറയുന്നു. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആണ് കേട്ടോ. ലോക്കൽ ഗവൺമെന്റ് ബിക്കെയിം ഡിഫാക്ടോ ഓണേഴ്സ് ഓഫ്. ഒരിക്കലും സി വരൂല്ല. കാരണം സി എന്താ കൊടുത്തേ? ഹൈലി അപ്രീഷിയേറ്റഡ്. ഹൈലി അപ്രീഷിയേറ്റഡ് ആ ഡിഫാക്ടോന്റെ അവിടെ ഇട്ടിട്ടൊന്ന് വായിച്ചു വെക്ക സെന്റൻസ്. ലോക്കൽ ഗവൺമെന്റ് ബിക്കെയിം ഹൈലി അപ്രീഷിയേറ്റഡ്. ബിക്കെയിം കഴിഞ്ഞിട്ട് ഹൈലി അപ്രീഷിയേറ്റഡ് വരൂല. കാരണം ഹൈലി അപ്രീഷിയേറ്റഡും ബിക്കമും അടുത്തടുത്ത് പറഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത സെന്റൻസ് ആയില്ലേ. ലോക്കൽ ഗവൺമെന്റ് ബിക്കെയിം ഹൈലി അപ്രീഷിയേറ്റഡ് എന്ന് പറയോ? ഒരിക്കലും പറയാം. ഹൈലി അപ്രീഷിയേറ്റഡ് നമ്മൾ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ബിക്കെയിം ഹൈലി അപ്രീഷിയേറ്റഡ് നമ്മൾ പറയൂല. ദ ലോക്കൽ ഗവൺമെന്റ് ബിക്കെയിം ഹൈലി അപ്രീഷിയേറ്റഡ് ഓണേഴ്സ്. ആ സെന്റൻസിൽ മൊത്തത്തിൽ തെറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് സി വരില്ല എന്ന് ആദ്യമേ തന്നെ പറയാണ്. ഡി ഫാക്ടോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇൻ എഫക്ട് ബട്ട് നോട്ട് ഫോർമലി റെക്കഗ്നൈസ്ഡ് എന്നാണ്. അതായത് എക്സിസ്റ്റിംഗ് ഓർ ഹോൾഡിംഗ് എ സ്പെസിഫിക് പൊസിഷൻ ഇൻ ഫാക്ട് ബട്ട് നോട്ട് നെസസറിലി ബൈ ലീഗൽ റൈറ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് സ്റ്റേറ്റ് എന്റർപ്രൈസസിന്റെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എടുക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഓണർ ശരിക്കും ആരാ? ശരിക്കും ഗവൺമെന്റ് ആണ്. കാരണം ഗവൺമെന്റ് പൊളിച്ചു നീക്കാൻ പറഞ്ഞാൽ അത് പൊളിച്ചു നീക്കണം. ഗവൺമെന്റ് എന്തെങ്കിലും റൂൾ കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി അവരത് അനുസരിക്കണം. പക്ഷെ ലീഗലി ഓണർ അവരാണോ? ഗവൺമെന്റ് ആണോ? ഒരു തദ്ദേശ ഭരണ സംവിധാനമാണോ ലീഗൽ ഓണർ? നോ. ഡി ഫാക്ടോ ഓണേഴ്സ് മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എഫക്ട് അവർ ഓണേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അവരത് ചെയ്യണം, ബട്ട് ഫോർമലി റെക്കഗ്നൈസ്ഡ് അല്ല താനും എന്ന് പറയുന്ന കേസ്. അത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ വീട് പോലും നമ്മുടെ ഓണർഷിപ്പിലാണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റ് ഭരണസമയം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ദേ ആർ ദ ഡിഫാക്ട് ഓണേഴ്സ്. ആര്? ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ചിലപ്പോൾ മറന്നു പോവില്ല എന്ന് തോന്നുന്നു. ദിസ് ഇസ് എ ലീഗൽ ടേം. ഡിഫാക്ട് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആണ്, പക്ഷെ ലീഗലി ഓണേഴ്സ് അല്ല. ലീഗൽ റൈറ്റ് ഇല്ല, പക്ഷെ എന്നാൽ ഓണേഴ്സ് ആണ് എന്ന് പറയുന്ന കേസിലേക്ക്. ഒരു സ്പെസിഫൈഡ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലീഗലി അല്ല എന്ന് പറയുന്ന കേസിലേക്ക് ഡിഫാക്ടോ ആണ് പറയാം. നോക്കുമ്പോൾ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. Emir is a maverick filmmaker. Pick out the synonym for the word maverick. Emir ഒരു മാവറിക് ഫിലിം മേക്കർ ആണെന്നാ പറയണേ. ഈ മാവറിക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കണേ. ബൊഹീമിയൻ, പോപ്പുലർ, ട്രഡീഷണൽ, എന്തൂസിയാസ്റ്റിക്. സി പറയുന്നു എമിർ ഈസ് എ ട്രഡീഷണൽ ഫിലിം മേക്കർ. ഓക്കെ, ദെൻ ബി പറയുന്നു എമിർ ഈസ് എ മാവറിക്, ഇസ് പോപ്പുലർ ഫിലിം മേക്കർ. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബൊഹീമിയൻ എന്ന് പറയും. എമിർ ഒരു ബൊഹീമിയൻ ഫിലിം മേക്കറാണ്. ബൊഹീമിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി അൺകൺവെൻഷണൽ എന്ന് വിളിക്കും. നമ്മൾ സൊസൈറ്റിക്ക് ചില രീതികളുണ്ട് ജീവിക്കുന്നതിന്, നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനൊക്കെ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള ചില കൺവെൻഷൻസ് ഉണ്ട്. ആ കൺവെൻഷൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ജീവിക്കുന്ന, അൺകൺവെൻഷണലായി ജീവിക്കുന്ന, നിലനിൽക്കുന്ന എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന
കലാപരമായിട്ടുള്ള കഴിവുകളും സംഭവങ്ങളും ചിന്തകളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെയാണ് ബൊഹീമിയൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ജിപ്സി ലൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജിപ്സി അല്ല, ജിപ്സി ലൈക്ക് എന്ന് പറയാം നമുക്ക്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആർട്ട് സാധനം കയ്യിലുണ്ടാവും. വരയാവാം, പാട്ടാവാം, ഡാൻസ് ആവാം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആവാം. പക്ഷെ അവർ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആ സംവിധാനങ്ങളോടൊന്നും അവർക്ക് അത്ര സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അവർ അവരുടെ നിയമങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്നവരായിരിക്കും, അലഞ്ഞു തിരിയുന്നവരായിരിക്കും. അലഞ്ഞു തിരിയുക ഇൻ ദ സെൻസ് അവർക്ക് അവരുടേതായ റൂളുകൾ ഉണ്ടാവും. നിലനിൽക്കുന്ന സാമൂഹിക രീതികളോടും സാമൂഹിക ചുറ്റുപാടുകളോടും അവർക്ക് എപ്പോഴും ഒരു വിരുദ്ധ അഭിപ്രായമായിരിക്കും. അത്തരം ആളുകളെ നമ്മൾ ബൊഹീമിയൻ, സോഷ്യലി അൺകൺവെൻഷണൽ പേഴ്സൺ എന്ന് വിളിക്കാം. പക്ഷെ അവരുടെ കയ്യിൽ കലയുണ്ടാവുമെന്നുള്ളതാണ്. സോ എമീർ അങ്ങനെ ഒരു ഫിലിം മേക്കർ ആണെന്നാണ് പറയുന്നത്. ബൊഹീമിയൻ, മാവറിക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബൊഹീമിയൻ എന്നാണ്. പോപ്പുലർ അല്ല, ട്രഡീഷണൽ അല്ല, എന്തൂസിയാസ്റ്റ് എന്ന കൂറുള്ള മനുഷ്യൻ എന്ന് പറയാം നമുക്ക്. ഇവിടെ ബൊഹീമിയൻ ആണ് മാവറിക്കിന്റെ അർത്ഥം. ഇവിടെ നല്ല എവിടെയും മാവറിക്കിന്റെ അർത്ഥം ബൊഹീമിയൻ എന്നാണ്, ഓർത്ത് വെച്ചാൽ മതി. സിനണിംസിന്റെ ടോപ്പിക് എന്ന് ചോദിച്ച ചോദ്യമാണ്. സിനണിം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്നത്. I used to wake up early means, I used to wake up early means, I used to wake up early യുടെ അർത്ഥം എന്താണ്, എന്താ ഉദ്ദേശിക്കുന്നത്? It is my habit to wake up early ആണോ? It was my habit to wake up early ആണോ? I need to wake up early ആണോ? I need not how to wake up early ആണോ? ഇത് നമ്മൾ പണ്ട് 8ലും 7ലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ ബി പറയുന്നു. യെസ്, ഓക്കെ. പണ്ട് സ്കൂളിൽ പഠിച്ച നമ്മൾ മറന്നുപോലെ അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് വൺ. യൂസ്ഡ് ടു എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക ഒരിക്കൽ നമ്മുടെ ശീലമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കൽ എന്റെ ശീലമായിരുന്നു, ഇപ്പൊ എനിക്ക് അതിന്റെ ശീലമല്ല. അതായത് ഐ യൂസ് ടു വേക്കപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ നേരത്തെ എണീക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഒരു കണക്കിന് നേരത്തെ എണീക്കാറില്ല എന്ന് പറയുന്ന സാധനമാണ് യൂസ്ഡ് ടു. ഒരിക്കൽ അതെന്റെ ശീലമായിരുന്നു, വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന സാധനമാണ്. സോ ഇറ്റ് ഈസ് മൈ ഹാബിറ്റ് വരില്ല, ഇറ്റ് വാസ്, അതെന്റെ ശീലമായിരുന്നു, ആണെന്നല്ല, ഇപ്പൊ അതെന്റെ ശീലമല്ല, ആയിരുന്നു, വൺസ് ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി. സോ ഇറ്റ് വാസ് മൈ ഹാബിറ്റ് ടു വേക്ക് അപ്പ് ഏർലി. ഇഫ് യു ഹാഡ് സച്ച് എൻ ഐഡിയ, ബാക്കി എന്താ ഉപയോഗിക്കാം? You can put it into practice, you may put it into practice, you could put it into practice, you could have put it into practice. എ പറയുന്നു. ഡി പറയുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതിനകത്ത് ഇഫ് യു ഹാഡ് സച്ച് എൻ ഐഡിയ യു മേ പുട്ട് ഇൻ ടു പ്രാക്ടീസ് ശരിക്കും ഒരു പ്രോവർബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രോവർബിനേക്കാൾ തന്നെ റൂൾ ഉണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു മേ പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം. കുഡ് ഷോസ് എ പാസ്റ്റ് എബിലിറ്റി വൈൽ കുഡ് ഹാവ് ഷോസ് ഓൺലി എ പാസ്റ്റ് പോസിബിലിറ്റി. കുഡും കുഡ് ഹാവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തുകൊണ്ട് യു കുഡും യു കുഡ് ഹാവും വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എബിലിറ്റി, അതായത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു എബിലിറ്റി. അതായത് ഞാൻ മുമ്പ് പാടുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എബിലിറ്റിയാണ്. ഐ കുഡ് സിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് മുമ്പ് പാടാൻ പറ്റുമായിരുന്നു, പാസ്റ്റ് എബിലിറ്റി ആണ്. കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പോസിബിലിറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മഴ പെയ്യാമായിരുന്നു അല്ലെങ്കിൽ പെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു ഒക്കെ പറയുന്ന സാധനം ഇന്നലത്തെ ഒരു സാധ്യത പറയാം. മറ്റേത് എബിലിറ്റിയാണ്, കുഡ് മാത്രം ഉപയോഗിക്കും. കുഡ് ഹാവ് ഒരു പോസിബിലിറ്റി ആണ്. ഇവിടെ രണ്ട് കേസും അല്ല. ഇവിടെ ഇഫ് യു ഹാഡ് സച്ച് എൻ ഐഡിയ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യു മേ പുട്ട് ഇറ്റ് ഇൻ പ്രാക്ടീസ്. നീ അത് എന്തിലേക്ക് കൊണ്ടുവരാ, നീ അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാന്നൊരാളെ എന്ത് ചെയ്യാണ്, ഒരാളെ ഇൻസ്ട്രക്ട് ചെയ്യാണ്. സോ യു മേ എന്ന് പറയുന്ന സാധനം. സോ ദാറ്റ്സ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് അത് മാറും. Then, how do you solve the problem? He asked. This sentence can be reported as. Reported speech like matter. How do you solve the problem? എന്ന് പറയുന്ന സാധനത്തിന് റിപ്പോർട്ടഡ് സ്പീച്ച്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ബി പറയുന്നു.
Any other answers? A വരുന്നു. നോക്കാം നമുക്ക് എന്താണ് വരിക. ഹൗ ഡു യു സോൾവ് ദ പ്രോബ്ലത്തിന് കൺവേർട്ട് ചെയ്യുമ്പം we can use it as he asked her how did she solve the problem. ഓപ്ഷൻ എ ആവുക. കാരണം ഹൗ ഡു യു സോൾവ് ദ പ്രോബ്ലം, നീ എങ്ങനെയാ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണേ എന്നൊരാൾ ചോദിക്കാണ്. അപ്പൊ നമ്മൾ തിരിച്ച് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണത്. ഓക്കെ, അവൻ എൻ്റെ അടുത്ത് നീ എങ്ങനെയാ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു എന്നുള്ളതാണല്ലോ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കണ്ടേ. അപ്പൊ ഹി ആസ്ക്ഡ്, അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് ഹെർ, അവൻ അവളോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ഹൗ, എങ്ങനെ. ഡിഡ് ഷീ സോൾവ് ദ പ്രോബ്ലം. ഹൗ, ഡു എന്തായി മാറും? ഡിഡ് ആയി മാറും. അവളോടാ ചോദിച്ചേ, യു, നീ എങ്ങനെ. അപ്പൊ അവൾ എങ്ങനെയെന്നായി മാറും മൂന്നാമതൊരാളുടെ പോയി പറയണ സമയത്ത്. അപ്പൊ അവൻ അവളോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് ഹെർ ഹൗ, എങ്ങനെ. ഡിഡ് ഷീ സോൾവ് ദ പ്രോബ്ലം, ആ പ്രോബ്ലത്തെ അവൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോണെന്ന് അവൻ അവളോട് ചോദിച്ചു. അപ്പൊ ഹി ആസ്ക്ഡ് ഹെർ ഹൗ ഡിഡ് ഷീ സോൾവ് ദ പ്രോബ്ലം വരിക. ഹി ആസ്ക്ഡ് ഹെർ ഹൗ ഷീ സോൾവ്ഡ് എന്ന് പറയൂല, കാരണം ഡു അവിടെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഡിഡ് ആക്കി ഉപയോഗിക്കണം. ഹി ആസ്ക്ഡ് ഹെർ ഹൗ ഷീ സോൾവ്സും വരൂല, കാരണം എല്ലാ റിപ്പോർട്ടഡ് സ്പീച്ചും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോൾവ്സ് എന്തായാലും വരില്ല. ഒന്നുകിൽ സോൾവ്ഡ് അല്ലെങ്കിൽ ഡിഡ് സോൾവ് വരിക. ഡു അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും ഓപ്ഷൻ ബി വേണ്ട, ഡൂനെ ഡിഡ് ആക്കിയിട്ട് തന്നെ ഉപയോഗിക്കണം. അപ്പൊ ഹി ആസ്ക്ഡ് ഹെർ ഹൗ ഡിഡ് യു എന്തായി മാറണം? പ്രോപ്പർ പ്രോനൗൺ ആയ ഷീ ആയിട്ട് മാറണം. ഷീ സോൾവ് ദ പ്രോബ്ലം. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. മൂവിങ് ടു ദ നെക്സ്റ്റ്. ദാറ്റ് this book ആണ്. This book is worth its money will be clear to all who peruse it. What does peruse means? That അല്ല, this book ആണ്. This book is worth its money will be clear to all who peruse it. പെറൂസിന്റെ ഈ കോണ്ടെക്സ്റ്റിൽ പെറൂസിന്റെ അർത്ഥം എന്താണ്? ഈ സെന്റൻസിന്റെ മീനിങ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. യു ട്രൈ ടു ആൻസർ. സോറി, ദിസ് ബുക്ക് ഈസ് ബി എം സി ഒക്കെ പറയുന്നുണ്ടല്ലോ, നോക്കാം നമുക്ക്. ഓപ്ഷൻ എ is the right answer. This book is worth its money will be clear to all who peruse it. ഈ പുസ്തകം ആരാണോ വായിക്കുന്നത്, ഓക്കെ, ആരാണോ ക്ലിയർ ആയിട്ട് വായിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ കൃത്യമായിട്ടും വൃത്തിയായിട്ടും വായിക്കുന്നത്, അവൻ ആ പുസ്തകം വാങ്ങിയ പൈസ മുതലാവും. ഇതാണ് ആ സെന്റൻസിന്റെ മീനിങ്. ദിസ് ബുക്ക് ഈസ് വർത്ത് ഇറ്റ്സ് മണി, മുടക്കിയ പൈസ മുതലാവും. വിൽ ബി ക്ലിയർ എപ്പോ? ടു ഓൾ ഹൂ പെറൂസ് ഇറ്റ്, ഇത് വായിക്കാൻ മനുഷ്യന്മാരെടുക്കും, അല്ലെങ്കിൽ ഇത് വായിക്കണവൻ ആരാണോ അവൻ ഈ പൈസ മുതലാവും എന്ന് പറയുന്ന കേസാണ് പെറൂസ്. ശരിക്കും പെറൂസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമൊക്കെയാണ് പെറൂസിന് അർത്ഥം കൊടുക്കുന്നത്. ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ അല്ല, എക്സാമിൻ ക്ലിയർലി അല്ലെങ്കിൽ റീഡ് കെയർഫുള്ളി, റീഡ് ഡീപ്ലി എന്നൊക്കെ പറയുന്ന ഒരർത്ഥം. സോ റീഡ് വിൽ ബി ദ റൈറ്റ് ആൻസർ. She has finished reciting the whole poem well in time. ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനാണ് ഈസി ഉള്ള സാധനം, ടാഗ് ആഡ് ചെയ്യാന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക, ടാഗ് ആഡ് ചെയ്യുക, നമുക്ക് തെറ്റൂല. പണ്ട് സ്കൂൾ പഠിച്ചതിന്റെ എഫക്റ്റ് ആയിരിക്കും അത്. ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ ബി ഓൾവേസ് ദ റൈറ്റ് വൺ. ടാഗ് ആഡ് ചെയ്യണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം എന്ത് ചെയ്യണം? അതിലെ ഓക്സിലറി വേർബിനെ കോമയുടെ ഇപ്പുറം പിടിച്ചിടണം. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കണം, ഹാസ് നോട്ട് ആവും. പ്രോനൗണിനെ അത് കഴിഞ്ഞ് പിടിച്ചിടണം, ഹാസ് ഇൻ ഷീ. The tourist guide warned the boys to be more careful ആണോ, being more careful ആണോ, been more careful ആണോ, to have been more careful ആണോ? ടൂറിസ്റ്റ് ഗൈഡ് കുട്ടികളെ എന്തോ വാൺ ചെയ്താണ് കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്താ യൂസേജ് വരാ? ടു ബി, ബീങ്, ബീൻ, ടു ഹാവ് ബീൻ. പറയുന്നു രണ്ട് എ വന്നല്ലോ.
ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദ ടൂറിസ്റ്റ് ഗൈഡ് വാണ്ട് ദ ബോയ്സ് ബീങ് മോർ കെയർഫുൾ. ശരിക്കും കെയർഫുൾ ആവേണ്ടി ടൂറിസ്റ്റ് ഗൈഡ് കുട്ടികളുടെ അടുത്ത് പറയാണ് നല്ലോണം ശ്രദ്ധിച്ചോ എന്ന് പറയും. ഇപ്പൊ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബീയിങ് എന്ന് പറയുന്ന സാധനം എന്താ പറയുക, ബീയിങ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രസന്റ് മൂമെന്റിന് ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ്, ബിയുടെ ING ഫോം ആണ് ബീയിങ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ പ്രസന്റ് മൂമെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ടൂറിസ്റ്റ് ഗൈഡ് കുട്ടികളെ വാൺ ചെയ്യണമെങ്കിൽ കുട്ടികൾ ആ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികളായിരിക്കും. ഇപ്പൊ സ്പോട്ടിൽ അവർ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാതെ വീട്ടിലിരിക്കുന്ന കുട്ടികളെ ടൂറിസ്റ്റ് ഗൈഡ് വാൺ ചെയ്യില്ലല്ലോ. അപ്പൊ ഓൾറെഡി ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള കുട്ടികളാണ് ടൂറിസ്റ്റ് ഗൈഡ് എന്ത് ചെയ്യുക, വാൺ ചെയ്യുക, സൂക്ഷിക്കാൻ വേണ്ടി പറയാം. അപ്പൊ അവരുടെ അടുത്ത് പറയാണ് ബീങ് മോർ കെയർഫുൾ. നിങ്ങൾ മൂവ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തായിരിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന സമയത്ത് പ്രസന്റ് മൂവ്മെന്റിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടു ബി അല്ല ബീയിങ് ആവുക. അപ്പൊ എന്തുകൊണ്ട് ടു ബിയും ബീയിങ്ങും തമ്മിൽ എന്താ വലിയ വ്യത്യാസം എന്ന് തോന്നും. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഇൻ ദ മൂമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പ്രസന്റ് മൂമെന്റിന് പ്രാധാന്യം. ബീയിങ് എന്ന് പറയുമ്പോൾ ടു ബീനേക്കാളേറെ പ്രസന്റ് മൂമെന്റിലേക്ക് വരും. ടു ബി എന്ന് പറയുന്നത് അബൌട്ട് എ നോൺ കറന്റ് ഓർ ഡിസൈഡ് സിറ്റുവേഷൻ. കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ ടു ബി എന്ന് പറയുമ്പം അതെപ്പോഴും ഒരു ഡിസ്റ്റന്റ് കാര്യത്തെ പറയാൻ വേണ്ടി പോലും നമ്മൾ ഉപയോഗിച്ചേക്കാം. ഓക്കെ, ബീയിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ ടു ബി എടുക്കേണ്ട കാര്യമില്ല. കാരണം ടു ബി എപ്പോഴും വരാനിരിക്കുന്ന കാര്യത്തെയോ, ടു ബി മോർ കെയർഫുൾ എന്ന് പറയുന്ന സമയത്ത് ടൂറിസ്റ്റ് ഗൈഡിന് എപ്പോ വേണമെങ്കിലും പറയാം. വീട്ടിലിരിക്കുന്ന, അതായത് നാളെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വരാനിരിക്കുന്ന കുട്ടികളോട് വേണമെങ്കിലും ടൂറിസ്റ്റ് ഗൈഡിൽ നിന്ന് തലേന്ന് രാത്രി വിളിച്ചിട്ട് പറയാം ടു ബി മോർ കെയർഫുൾ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ബീയിങ് എന്ന് പറയുമ്പോഴാണ് അതെന്ത് കുറച്ചും കൂടി സ്പോട്ടിലേക്ക് വരുന്നത്, പ്രസന്റ് മൂവ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നത്. സോ ദ ടൂറിസ്റ്റ് ഗൈഡ് വാണ്ട് ദ ബോയ്സ് ബീയിങ് മോർ കെയർഫുൾ ആയിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ന് പറയുന്ന കേസിൽ. സോ ബീയിങ് വിൽ ബി ദ റൈറ്റ്. ബീനും ഹാബീനൊന്നും എന്തായാലും വരില്ല. കാരണം അതൊക്കെ എന്തായി മാറി, അതൊക്കെ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറി. അതൊന്നും ഒരിക്കലും എന്തല്ല ഒരു പ്രസന്റ് സിറ്റുവേഷനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബീയിങ് ഉള്ളത് കൊണ്ട് ടു ബീനെ നമുക്ക് എടുക്കാൻ പറ്റും. ടു ബി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമേ ടൂറിസ്റ്റ് ഗൈഡ് പറയുള്ളൂ. ബീയിങ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കെയർഫുൾ എന്ന് പറയുന്ന കേസിലേക്ക് മാറി. Dash everyone I know spends a lot of time on the smartphone. അവിടെ എന്താ വരിക? ഈ സെന്റൻസിന്റെ മീനിങ് ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. Everyone I know spends a lot of time on the smartphone. ഓപ്ഷൻ ബി പറയുന്നു, ഡി പറയുന്നു. ഓപ്ഷൻ ബി is the right one. Almost everyone I know spends a lot of time on the smartphone. എനിക്കറിയുന്ന ഏറെക്കുറെ എല്ലാവരും ഒരുപാട് സമയം സ്മാർട്ട് ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനമാണ്. ദ മോസ്റ്റ് എവരി വൺ അങ്ങനെ ഒരു യൂസേജ് ഇംഗ്ലീഷിലില്ല. ഓൾ എവരി വൺ അങ്ങനെ ഒരു യൂസേജ് ഇംഗ്ലീഷിലില്ല. മോസ്റ്റ് ഓഫ് എവരി വൺ അങ്ങനെ ഒരു യൂസേജും ഇംഗ്ലീഷിലില്ല. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ എവരി വൺ അതും ഇല്ല. മോസ്റ്റ് ഓഫ് എവരി വണ്ണിന്റെ ഇപ്പുറത്ത് വരില്ല. ആകെ വരുന്നത് മാത്രം ഓൾമോസ്റ്റ് എവരി വൺ. ഓക്കെ, ഒരുവിധം എല്ലാവരും എന്ന് പറയുന്ന അർത്ഥം. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്? ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് ആണോ, ഐ ഹാവ് മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് ആണോ, ഐ ഹാഡ് മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് ആണോ, ഐ മീറ്റ് ഹിം ലാസ്റ്റ് വീക്ക് ആണോ? എ പറയുന്നു, വീണ്ടും എ പറയുന്നു, സി പറയുന്നു, എ പറയുന്നു. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഐ ഹാവ് മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് ഞാൻ ഓനെ കണ്ടു എന്നുള്ള സാധനമാണ് ഐ ഹാവ് മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. അതില് ഐ മെറ്റ് ഹിം പറയാനത് എന്താണ് ഈ ഐ ഹാവ് മെറ്റും ഐ ഹാഡ് മെറ്റും എന്നുള്ള വ്യത്യാസം? ഐ മെറ്റ് എന്തായാലും വരൂല. കാരണം എന്താണെന്നറിയോ, ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് എന്നുള്ളതിനേക്കാളേറെ കുറച്ചുകൂടി നമ്മള് ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ച കണ്ടു എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഐ ഹാവ് മെറ്റ് ഹിം നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ്ലി പറയുന്ന സാധനമാണ്. അതായത് സബ്ജക്ട് കഴിഞ്ഞ് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്ന സാധനം. അതായത് ഞാൻ കുറച്ച് മുമ്പ് ജസ്റ്റ് ഹാപ്പൻ ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഒരു എന്താ പറയാ പാസ്റ്റിൽ കഴിഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും റെലവൻസ് ഉണ്ട് എന്ന് പറയുന്ന കേസ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യത്തെ, കഴിഞ്ഞ ആഴ്ച കണ്ടതിന് ഇപ്പോഴും വാലിഡിറ്റി ഉള്ളത് പോലെ ഞാൻ പറയുന്ന സാധനമാണ് എന്ത്, ഐ ഹാവ് മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്.
അപ്പൊ ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറയാ. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് നമ്മൾ പറയാറില്ല. ഈ പറയാറുണ്ട്, പക്ഷെ ഗ്രാമാറ്റിക്കലി ശരിക്കും കറക്റ്റ് എന്താ? ഐ ഹാവ് മെറ്റ് ഹിം, ഞാൻ അവന് കഴിഞ്ഞ ആഴ്ച കണ്ടു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഐ മെറ്റ് ഹിമിനേക്കാളേറെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഐ ഹാവ് മെറ്റ് ഹിം ആണ്. അപ്പൊ എന്തുകൊണ്ട് ഐ ഹാഡ് മെറ്റ് ഹിം വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാഡ് മെറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറി. ഹാവ് മെറ്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എക്സ്പ്രസസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ബട്ട് ദ റിസൾട്ട് ആർ റെലവന്റ് ഇൻ ദ പ്രസന്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഇപ്പോഴും റെലവന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത് എന്നുള്ള കേസാണ്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ 2 ആക്ഷൻ ഉണ്ടാവും. 2 ആക്ഷൻ. നമ്മൾ നേരത്തെ ഒരാള് എന്താ പറയാ, ഒരു എംപ്ലോയർ ചോദിച്ചോലെ നേരത്തെ ഇറങ്ങി. അപ്പൊ 2 ആക്ഷൻ വരുമ്പോഴേ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കൂ. അപ്പൊ സി എന്തായാലും വരില്ല. ഐ മീറ്റ് ഹിം ലാസ്റ്റ് വീക്ക് എന്തായാലും വരില്ല, കാരണം കഴിഞ്ഞ ആഴ്ച കണ്ടന്നെ നമ്മൾ മീറ്റ് ഉപയോഗിച്ച് പറയില്ല, മെറ്റ് വെച്ചേ പറയൂ. സി വരില്ല, ഡി വരില്ല. എ നമ്മൾ പറയാറുണ്ട്, അതുകൊണ്ടാണ് അത് ഓപ്ഷനകത്ത് കൊടുത്തന്നെ. എ പറയാറുണ്ട്, പക്ഷെ എ പറയുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക് എന്ന് പറയാറില്ല. ദാറ്റ് ഇസ് ഗ്രാമാറ്റിക്കലി റോങ് ഇൻ ഇംഗ്ലീഷ്. ഐ ഹാവ് മെറ്റ് എന്നേ പറയാറുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് ഐ മെറ്റ് അല്ലെ ഒരു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഐ മെറ്റ് ഹിം എന്ന് പറയരുത്, ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറയണം. ദാറ്റ് ഇസ് കറക്റ്റ് ഗ്രാമാറ്റിക്കൽ യൂസേജ്. സോ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇനി ഈ ഹാഡും V3 ഫോം വരുന്ന സമയത്ത് ഒന്ന് വിജിലന്റ് ആവണം. ഒരിക്കലും 2 പാസ്റ്റ് ആക്ഷൻസ് ഇല്ലാത്ത കേസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരില്ല, അത് ഷുവർ ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തെടുത്താലും അതിനെ യൂസ് ചെയ്യുന്ന കേസിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോവരുത്. ഇനി രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ്. ദ ഗേൾ ടെലിംഗ് ദാറ്റ് ഡാഷ് ടു യു ഗോ ഫോർ മൂവി, ദ ബോയ് വൺസ് ഇൻ എ വൈ. മേലെ എന്താ വരിക? എന്ത് ക്വസ്റ്റ്യൻ വേർഡാ മേലെ വരിക? ഹൗ ലോങ് ആണോ, ഹൗ മച്ച് ആണോ, ഹൗ ഓഫൺ ആണോ, ഹൗ ഫാർ ആണോ? സി പറയുന്നു. ഇനി അതിന് ആൻസർ വീണ്ടും സി പറയുന്നു. ഓഫൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഹൗ ഓഫൺ ഡു യു ഗോ ഫോർ മൂവീസ് എന്നാ ചോദിക്കുക. അപ്പം വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും എന്ന് പറയുന്ന കേസ്. അപ്പൊ എന്താണ് ഈ ഹൗ ഓഫണിന്റെ യൂസേജ് എന്നുള്ളതൊന്ന് നോക്കാവേ. വി യൂസ് ഹൗ ഓഫൺ ടു ആസ്ക് അബൌട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദ ആക്ടിവിറ്റീസ് പീപ്പിൾ. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ എത്ര ആവർത്തി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴൊക്കെയാ സിനിമയ്ക്ക് പോവാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിയാണ് ചോദിക്കുന്ന ആള് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ. എത്ര ആവൃത്തിയിൽ അല്ലെങ്കിൽ എത്ര ഗ്യാപ്പിൽ നിങ്ങൾ സിനിമയ്ക്ക് പോവാറുണ്ട്. അപ്പൊ ഹൗ ഓഫൺ, ഒരാൾ ചെയ്യുന്ന ആക്ഷന്റെ ഫ്രീക്വൻസി എത്ര വട്ടം അയാൾ ആവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന യൂസേജ് ആണ് ഹൗ ഓഫൺ. ഓഫൺ എന്നുള്ള വാക്കിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള അർത്ഥമാണ് ഓഫൺ എന്നുള്ള വാക്കിന് വരുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നു, നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി എപ്പോഴൊക്കെ എന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ. ദാറ്റ്സ് ദ യൂസേജ്. ഓർത്ത് വെക്കുക. ഹൗ ഓഫൺ ഡു യു ഗോ ഫോർ മൂവി? വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും ഒരിക്കൽ എന്ന് ആ കുട്ടി തിരിച്ചു പറയാണ്. അപ്പൊ ഹൗ ലോങ്ങും ഹൗ മച്ചും ഹൗ ഫാറും ഒക്കെ ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹൗ ലോങ് ഉപയോഗിക്കുക as used to ask question about amount or period of time. അതായത് ഒരു പൈസന്റെ എമൗണ്ടിനെ പറ്റി ചോദിക്കാനോ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈമിനെ പറ്റി ചോദിക്കാനോ ഒക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൗ ലോങ് ഉപയോഗിക്കുക. എത്ര നാൾ, എത്ര രൂപ എന്നുള്ള സംഭവത്തിലേക്ക്. ഹൗ മച്ച് നമ്മൾ ക്വാണ്ടിറ്റി, അത് പണത്തിന്റെ ക്വാണ്ടിറ്റി ആവാം, ആളുകളുടെ ക്വാണ്ടിറ്റി ആവാം, സാധനങ്ങളുടെ ക്വാണ്ടിറ്റി ആവാം, വട്ട് എവർ ഇറ്റ് ഈസ്. ഹൗ മച്ച്, ഹൗ മെനി ഒക്കെ അവിടെ ഉപയോഗിക്കാം. ഹൗ ഫാർ എന്നുള്ളത് നമ്മുടെ ദൂരം, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എത്ര ദൂരം ഉണ്ട് എന്നൊക്കെ ചോദിക്കേണ്ടി വരുമ്പോൾ വിൽ യൂസ് ദ ഹൗ ഫാർ. ഇവിടെ നമുക്ക് ഹൗ ഓഫൺ ആ വരാം. എപ്പോഴൊക്കെയാ നിങ്ങൾ സിനിമയ്ക്ക് പോകാൻ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സിനിമയ്ക്ക് പോകലുണ്ടോ എന്നുള്ള ചോദിക്കുന്നു. കുട്ടി പറയുന്നു വല്ലപ്പോഴും, വൺസ് ഇൻ എ വൈൽ എന്ന് പറയും. വുഡ് യു മൈൻഡ് ഡാഷിൽ എന്താ വരിക? വുഡ് യു മൈൻഡ് ലീവ് എ മെസ്സേജ് ഫോർ മീ ആണോ? വുഡ് യു മൈൻഡ് ലീവിങ് എ മെസ്സേജ് ഫോർ മീ ആണോ? വുഡ് യു മൈൻഡ് ലെഫ്റ്റ് എ മെസ്സേജ് ഫോർ മീ ആണോ? ഇതിന്റെ PDF കിട്ടും കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സാറിന് അയച്ചെടുക്കാം. വുഡ് യു മൈൻഡ് ടു ലീവ് എ മെസ്സേജ് ഫോർ മീ ആണോ? ബി പറയുന്നു. ആൻസർ ഡി പറയുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വുഡ് യു മൈൻഡ് ലീവിങ് എ മെസ്സേജ് ഫോർ മീ എന്നാ ചോദിക്കുക. നമ്മൾ ഈ വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന സാധനം നമ്മളൊരു റിക്വസ്റ്റ് പോലെ, ഇമ്പറേറ്റീവ് പോലെ ചോദിക്കുന്ന സാധനമാണ്. അതിനൊരു ഫോം ഉണ്ട്. അതായത് ഫോം ഇൻ ദ സെൻസ് അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ വരിക ING ഫോം ഓഫ് ദ വേർബേ ഉള്ളൂ.
ഓക്കെ, നമ്മളൊരാളോട് ഭയങ്കര പൊളൈറ്റായിട്ട് താണ് കേണു മാന്യമായി ചോദിക്കുന്നതിന്റെ പീക്കാണ് വുഡ് യു മൈൻഡും കുഡ് യു പ്ലീസും വുഡ് യു ലൈക്ക് ഒക്കെ. ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ താഴ്മയായിട്ട് പറയാ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് എന്ന് ചോദിക്കുമ്പോൾ കുഡ് യു പ്ലീസ് ഗീവ് മി എ പെൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പേന തരുമെന്ന് വളരെ താഴ്മയോടെ നമ്മൾ ചോദിക്കുന്നതിന്റെ എന്താ പറയുക പീക്കാണ് ഇംഗ്ലീഷിൽ ആ കുഡ് യു പ്ലീസ് എന്നുള്ള യൂസേജ്. അതേപോലെ തന്നെ വുഡ് യു മൈൻഡ് ലീവിങ് എ മെസ്സേജ് ഫോർ മീ, എനിക്കൊരു മെസ്സേജ് അയക്കുന്നതിന് നിനക്ക് എന്തേ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം, ഭയങ്കര താഴ്മയായിട്ട് ചോദിക്കുക. അപ്പൊ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ എപ്പോഴും വേർബിന്റെ ING ഫോമേ വരൂ, ദാറ്റ് ഇസ് കമ്പൽസറി. ഓക്കെ, ലീവ് വരൂല, ലെഫ്റ്റ് വരില്ല, ടു ലീവ് വരില്ല, ING ഫോം. ഓക്കെ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ പ്ലീസ്, വിൻഡോ തുറക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്, തുറന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. സോ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഓപ്പണിംഗ് ING ഫോമേ വരുള്ളൂ. യെസ്, ഗുഡ്. Why don't you consult a dietitian? The language function highlighted here is why don't you consult a dietitian? എന്തൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യാത്ത, കാണിക്കാത്ത, ഡോക്ടറെ കാണിക്കാത്തെന്നാ ചോദിച്ചോണ്ടിരിക്കണേ. റിപ്പോർട്ടിംഗ് ആണോ, ക്വസ്റ്റനിങ് ആണോ, സജസ്റ്റിംഗ് ആണോ, റിക്വസ്റ്റിംഗ് ആണോ? ബി പറയണ്ടല്ലോ. ഒരു സജസ്റ്റിംഗ്, ഒരു സജഷൻ ആണ്. വൈ ഡോണ്ട് യു എന്ന് ചോദിച്ച് നമ്മളൊരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സജഷൻ ആയിരിക്കും. വൈ ഡോണ്ട് യു, നിങ്ങൾക്ക് എന്താ അത് ചെയ്താൽ എന്നുള്ള അർത്ഥമാണ്. വൈ ഡോണ്ട് യു കൺസൾട്ട് എ ഡയറ്റീഷ്യൻ, നിനക്ക് എന്താ ഡയറ്റീഷ്യനെ പോയി കണ്ടാൽ എന്താ, കണ്ടാൽ എന്താ, ഒന്ന് പോയി കണ്ടൂടെ എന്ന് പറഞ്ഞൊരു സജഷൻ ആണ്. വൈ ഡോണ്ട് യു കൺസൾട്ട് എ ഡോക്ടർ, നമ്മൾ എന്തെങ്കിലും സുഖമില്ലാതെ എടുക്കാൻ ഡോക്ടറെ അടുത്ത് പോവാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിക്കൂടെ എന്ന് ചോദിക്കാറില്ലേ, ആ സാധനമാണ് ഈ സാധനം. വൈ ഡോണ്ട് യു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനം ഡെഫിനറ്റ്ലി സജഷൻ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു സ്നേഹം കൊണ്ട് നമുക്ക് തരുന്നൊരു അഡ്വൈസ് ആയിരിക്കും. ഓക്കെ, ഡോക്ടറെ പോയി കണ്ടോ എന്ന് പറയുന്നതിന് ഒരു സ്നേഹത്തോടെ ഒന്ന് ശാസിക്കുക. ദാറ്റ് ഇസ് ഇറ്റ്, വൈ ഡോണ്ട് യു. ഓക്കെ, സോ സജഷൻ ആണ്, റിപ്പോർട്ടിംഗ് അല്ല. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ട് ക്വസ്റ്റനിങ് ഒന്നും എഴുതരുത്. വൈ ഡോണ്ട് യു ഓൾവേസ് എ സജഷൻ ഓർ എൻ അഡ്വൈസ്. The train dash when we reach the railway station. The train leaves ആണോ, is leaving ആണോ, was leaving ആണോ, has been leaving ആണോ? ഡി പറയുന്നു. രണ്ട് ഡി ഒക്കെ വന്നല്ലോ. വാസ് ലീവിങ് ആണ് കേട്ടോ വരിക. പാസ്റ്റ് പ്രോഗ്രസീവ് ആണ്. ദ ട്രെയിൻ വാസ് ലീവിങ് വെൻ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലീവ് ചെയ്ത് ആ ട്രെയിനിന്ന് ഡിപ്പാർച്ചർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സാധനമാണ്. ദ ട്രെയിൻ ലീവ്സ് വരില്ല. കാരണം എന്താ, ഇപ്പുറത്ത് വി റീച്ച്ഡ്, ഐ മീൻ ഇപ്പുറത്തൊരു പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട്. ഈസ് ലീവിങ്, ട്രെയിൻ ഈസ് ലീവിങ് വരില്ല, കാരണം ഇപ്പുറത്ത് റീച്ച്ഡ് ആണ്. ഹാസ് ബീൻ ലീവിങ് വരില്ല. ഹാസ് ബീൻ ലീവിങ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ആയിട്ട് മാറി. കാരണം പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന കാര്യം. ഇതല്ല, ഇത് ട്രെയിൻ മൂവ് ചെയ്തോണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യണതാ കാണുന്നത്. ഇതാണ് സിറ്റുവേഷൻ. സോ വാസ് ലീവിങ്, ദ ട്രെയിൻ വാസ് ലീവിങ് വെൻ വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ കാണുന്നത് ട്രെയിന് മൂവ് ചെയ്യുന്നതായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ മൂവ് ചെയ്യുന്ന ട്രെയിൻ ഇപ്പൊ മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ അതിന് റെലവൻസ് ഒന്നുമില്ല. നേരത്തെ അവിടെ എത്തിയപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വാസ് ലീവിങ് വിൽ ബി ദ റൈറ്റ് ആൻസർ. പാസ്റ്റ് പ്രോഗ്രസീവ് ആണ് വരിക. Then if you send a gift today, it dash her on her birthday. It reach ആണോ, will reach ആണോ, would reach ആണോ, would have reach ആണോ? Would have reached ആണോ? ബി പറയുന്നു. if you send the gift today, it will reach പറയുന്നു. ഇനി വീണ്ടും it will reach പറയുന്നു. will reach is the right answer. ഇന്ന് ഗിഫ്റ്റ് അയക്കുകയാണെങ്കിൽ അവളുടെ പിറന്നാളിന് അതോടെ കിട്ടും എന്ന് പറയുന്ന കേസ് will reach, no doubt. ദ മോർ, ഇതുപോലൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ സെറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ കോണ്ടെക്സ്റ്റ് വേറെ ആയിരുന്നു. നോക്കാം. ദ മോർ യു പ്രാക്ടീസ് എ സ്കിൽ, ഈസിയർ യു മാസ്റ്റർ ഇറ്റ് ആണോ, ഈസി യു മാസ്റ്റർ ഇറ്റ് ആണോ, ദ ഈസിയസ്റ്റ് യു മാസ്റ്റർ ഇറ്റ് ആണോ, ദ ഈസിയർ യു മാസ്റ്റർ ഇറ്റ് ആണോ? ഒരു സാധനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത എന്താവും? ബിയും ഡിയും ഏതെങ്കിലും ഒരു ഓപ്ഷനൊക്കെ പറയാൻ പാടുള്ളൂ കേട്ടോ.
ബി നേരത്തെ പറഞ്ഞതല്ലേ. ഓക്കെ, ഡി പറയുന്നു. എനി അതർ ആൻസർ? ഒരു ഉത്തരൂടി വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സി പറയുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് വൺ. The more you practice the skill, the easier you master it. എത്രത്തോളം നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾ അതിൽ മാസ്റ്ററി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം അതിൽ എന്താവും, പെർഫെക്റ്റ് ആവും എന്ന് പറയുന്ന കേസ്. The more you practice the skill, the easier you master it. അതൊരു പ്രോവേർബാണ്, പഴഞ്ചൊല്ലാണ് ശരിക്കും. അതിന്റെ യൂസേജ് അങ്ങനെയാ വരിക. Pick out the wrongly spelt word from the words given. താഴെ തന്നിരിക്കുന്നതിൽ ഏതോ ഒന്ന് തെറ്റായ സ്പെല്ലിംഗ്. റെഫറിംഗ് ആണോ, ബിഗിനിങ് ആണോ, സ്റ്റോപ്പിംഗ് ആണോ, അക്സെപ്റ്റിംഗ് ആണോ? എല്ലാവരും ബി പറയുമ്പോൾ ബി ആയിരിക്കുമല്ലോ ശരി. ബിഗിനിങ്, കാരണം ബിഗിനിന്റെ സ്പെല്ലിംഗ് GINNING ആണ്. ഇവിടെ ഒരെണ്ണ അവർ മിസ്സാക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ദ റോങ് വൺ. ഗ്ലാസ് ഈസ് ട്രാൻസ്പെറന്റ് വെറാസ് വുഡ് ഈസ്. ഈ ആന്റണിംസ് ആണത്, നമ്മളെ എന്താ പര്യായ പദങ്ങൾ എന്ന് പറയുന്ന സാധനം. ഗ്ലാസ് സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്. വുഡ് എന്താണ്? ട്രാൻസ്ലൂസന്റ് ആണോ, വാഗ്യൂ ആണോ, ഒപ്പിക് ആണോ, ക്ലിയർ ആണോ? സി പറയുന്നു. സി പറയുന്നു. 2 സി ആണല്ലോ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനമാണ്. സെമി ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സുതാര്യമാണ്, കുറച്ച് സുതാര്യമല്ല എന്ന് പറയുന്ന ഒരു കേസിലേക്ക്, സുതാര്യതയുടെ അത്രയും സുതാര്യമല്ലാത്ത സാധനം സെമി ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്. വാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസെർട്ടൈൻ ആയിട്ട്, സെർട്ടൈൻ അല്ലാത്ത, തീർച്ചയില്ലാത്ത കാര്യം. അത് പ്രിസൈസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന സാധനം. ഈ ഒപ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് അല്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒപ്പെക് എന്ന് വിളിക്കുക. ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആണ്, മരം ട്രാൻസ്പെറന്റ് അല്ലല്ലോ, ഇപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ. സോ ഒപ്പെക് വിൽ ബി ദ റൈറ്റ് ആൻസർ. കാരണം ട്രാൻസ്ലൂസന്റും വാഗും ക്ലിയറും മൂന്നും എന്താണ്, മൂന്നും ട്രാൻസ്പെറന്റിന്റെ മീനിങ് വരുന്ന വാക്കുകളാണ്. ഒപ്പെക് പക്ഷെ അങ്ങനെയല്ല. ദ സിനണിം ഫോർ ലോയൽ ഈസ്. ലോയലിന്റെ സിനണിം, അതായത് അതേ അർത്ഥം വരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. എ പറയുന്നു. ആൻസർ ഒന്ന് നമുക്ക് പറയാം. ലോയൽ, ഫെയ്ത്ത്ഫുൾ. ലോയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസയോഗ്യമായത്, ലോയൽറ്റി ഉണ്ട് എന്ന് പറയുന്ന സാധനമാണല്ലോ. സോ ഫെയ്ത്ത്ഫുൾ ഈസ് ദ റൈറ്റ് ആൻസർ. അൺഫെയ്ത്ത്ഫുള്ളും ഡിസ്ലോയലും അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ, മാറ്റം സാധ്യമായത് എന്ന് പറയുന്ന കേസ്. ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. വേർഡ്സ് ഓഫ് സെയിം സൗണ്ട് ആർ കോൾഡ്. ഒരേ സൗണ്ട് ഉള്ള, ഒരേ പ്രൊനൗൺസിയേഷൻ ഉള്ളതിന് എന്താ വിളിക്കുക എന്നാ ചോദിക്കുന്നത്. സിലബിൾ ആണോ, ആന്റണിം ആണോ, സിനണിം ആണോ, ഹോമോണിം ആണോ? ഡി പറയണ്ടല്ലോ കുറെ ആൾക്കാര്. നോക്കാം നമുക്ക്. ഈസി ആയിട്ട് പറയാം ഹോമോണിം ആണെന്ന്. കാരണം സിലബിള്, ആന്റോണിം, സിനണിം എന്നൊന്നും സാധനങ്ങൾ. കാരണം സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു വാക്കിൽ എത്രത്തോളം വവൽ സൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതിന്റെ സംഭവത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ സിലബിൾ അല്ല. ആന്റണിം എന്ന് പറഞ്ഞ പര്യായ പദങ്ങളാണ്, അതും സെയിം സൗണ്ട് നമ്മൾ വലിയ അടുപ്പവും കാര്യങ്ങളും റിലേഷൻ ഒന്നുമില്ല. അപ്പൊ ബി അല്ല. സിനണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വാക്കുകൾ, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ, വെള്ളം, ജലം പോലെയുള്ള സാധനം. സോ സിയും അല്ല. പിന്നുള്ളത് ഹോമോണിം ആണ്. ഹോമോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ചോദ്യം പറഞ്ഞ പോലെ തന്നെ ഒരേ സൗണ്ട്, അതായത് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകൾ എന്ന് പറയും നമ്മള്. ഓക്കെ, ചിലപ്പം സ്പെല്ലിംഗ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം, ബട്ട് സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, ഈ പറയുന്ന ഹോമോണിമുകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന കേസ്. സോ ദാറ്റ്സ് നോൺ ആസ് ഹോമോണിം. ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം അല്ലെ. ദ ആന്റണിം ഓഫ് ട്രിംഫ്.
ട്രിംഫിന്റെ പര്യായ പദം എന്താണ്? ഡി പറയുന്നു. ബി പറയുന്നു. യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ്. ട്രിംഫ് എന്ന് പറഞ്ഞാൽ വിജയമാണ്, സക്സസ്, ഗെയിൻ, വിക്ടറി ഒക്കെയാണ്. ഡിഫീറ്റ് ആണ് അതിന്റെ പര്യായ പദം. ഫോർ ദ ടൈം ബീങ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ കേട്ടറ്റിന് എന്ത് ചെയ്യാ, വിക്ടറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇതിന്റെ PDF ഞാൻ സാറിന് കൊടുക്കാം. ഇതിനകത്ത് ഇനിയുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്പ്ലനേഷനും സാധനങ്ങളും ഒക്കെ ഉണ്ട്. വായിച്ചു നോക്കുക. അതേപോലെ നേരത്തെ എന്തൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് തന്നെ ഒന്ന് ടാഗ് ചെയ്യുക. ടാഗ് ചെയ്താലേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും ചോദ്യമാണെങ്കിൽ എനിക്ക് പേഴ്സണൽ അയക്കുന്നതിനേക്കാളും ഗ്രൂപ്പ് ആയിരിക്കും കുറച്ച്, കാരണം പേഴ്സണൽ മെസ്സേജിലേക്ക് ഞാൻ അത്ര എത്തിപ്പെട്ടൊന്നും വരില്ല. ഞങ്ങൾക്കൊരു ക്ലാസ് കൂടി വേണം. സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സാർ എൻ്റെ അടുത്ത് പറഞ്ഞോളും. സാർ ഡിസൈഡ് ചെയ്തിട്ട്. ഓക്കെ, എനിവേ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.